ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയം നമുക്ക് കരങ്ങളടിക്കുന്ന സമയത്ത് ദൈവദാസൻ മുന്നോട്ട് വന്ന് നമ്മുടെ മധ്യത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. എല്ലാവരും പ്രാർത്ഥനയാലായിരിക്കും. ദൈവത്തെ നന്നായി ഒന്ന് കരമടിച്ച് സ്തുതിച്ചാട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല കൺവെൻഷൻ്റെ ഒടുവിലത്തെ രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായൊരു ഇടപെടൽ ഇന്ന് രാത്രിയിൽ ഇവനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. 10 വർഷം പൂർത്തീകരിച്ചുകൊണ്ട് 11ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ദൈവസഭയെയും അവിടുത്തെ ദാസനെയും കുടുംബത്തെയും ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ മധ്യത്തിൽ ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നതിനാലും സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാലും മഹത്വം. ശുശ്രൂഷയ്ക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളും ഇന്ന് രാത്രിയിൽ ഒഴിഞ്ഞു മാറട്ടെ. ദൈവം അത് ചെയ്തതിനാലും മഹത്വം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയിലെ ശുശ്രൂഷകൻ പാസ്റ്റർ ബിജു, തൻ്റെ കുടുംബം, തന്നോടുകൂടെ പ്രവർത്തിക്കുന്ന സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, വളരെ മനോഹരമായ ഗാനങ്ങൾ പാടുന്ന പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ബിനിൽ അവറുകൾ, തൻ്റെ കുഞ്ഞുങ്ങൾ, ഇന്ന് രാത്രി വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സാറ് കുടുംബം, അങ്ങനെ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞങ്ങളുടെ ചർച്ചിൻ്റെ മീഡിയ ക്രമീകരണങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ അരുണായുമായിട്ടാണ് ഞാൻ ഇന്ന് രാത്രി കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തത്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ച വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധകളെ നമുക്ക് തിരിക്കാം. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 58-ാം അധ്യായം, അതിൻ്റെ 11, 12 വേദഭാഗങ്ങളാണ് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ തൊട്ടുവെച്ചത്. അതിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ നയിച്ചു. ഇന്ന് രാത്രിയിൽ അതിൻ്റെ അടുത്ത ചില ഭാഗങ്ങളിലേക്ക് ദൈവാത്മാവ് നമ്മളെ കൊണ്ടുവരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 58, 11, 12 ദൈവത്തിൻ്റെ പ്രോമിസുകൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ. ഒരുവൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവന് ദൈവം കൊടുക്കുന്ന 7 പ്രധാനപ്പെട്ട വാഗ്ദത്തങ്ങൾ എന്നാണ് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതിൻ്റെ 1ാമത്തെ വാഗ്ദത്തം അവിടെ ഇങ്ങനെ വായിക്കുന്നു: യഹോവ നിന്നെ എല്ലായ്പ്പോഴും വഴിമടത്തുന്ന ദൈവം. 2ാമത്തെ വാഗ്ദത്തം: വരണ്ട നിലത്തിലും നിന്റെ വിശപ്പിനെ അടക്കുന്നവനായ അതേ ദൈവം. 3ാമത്തെ വാഗ്ദത്തം: നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുന്നവനായ ദൈവം. അതിൻ്റെ 4ാമത്തെ വാഗ്ദത്തം: നിന്നെയും നിന്റെ കുടുംബത്തെയും അതേ നനവുള്ള തോട്ടം പോലെ അനുഗ്രഹിക്കുന്ന ദൈവം. 5ാമത്തെ വാഗ്ദത്തം: ഒരിക്കലും വറ്റിപ്പോകാത്ത ഒരു നീരു ഉറവ പോലെ നിന്നെയും നിന്റെ തലമുറകളെയും അനുഗ്രഹിക്കുന്ന ദൈവം. അതിൻ്റെ 6ഉം 7ഉം വാഗ്ദത്തങ്ങൾ എത്ര പ്രസംഗിച്ചാലും തീരത്തില്ല. അത് ഇന്ന് ജനിച്ച കുഞ്ഞുങ്ങളോടും ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളോടും പ്രത്യേകിച്ച് സഭയോടുള്ള ബന്ധത്തിലുള്ള വളരെ ആഴമായൊരു വാഗ്ദത്തമാണ്. അതിൻ്റെ 12ാമത്തെ വേദഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പുരാതന ശൂന്യങ്ങളെ നിന്റെ തലമുറ കെട്ടിപ്പൊക്കും. അതിൻ്റെ 7ാമത്തെ വാഗ്ദത്തം: തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നിന്റെ തലമുറ പണിയും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച്. ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേക ക്രമീകരണം എന്ന് പറയുന്നത്, ദൈവവചനം ഏറ്റെടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വിടുതൽ ചലിക്കാനായി തുടങ്ങുന്നത്. ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുന്ന സമയം മുതൽ ദൈവത്തിൻ്റെ വചനം ചലിക്കാനായിട്ട് തുടങ്ങും. അതാണ് എബ്രായ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവനെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. 2, അവനെ അന്വേഷിക്കുന്നവർക്ക്
പ്രതിഫലമുണ്ടെന്ന് വിശ്വസിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഞാനും വിശ്വസിക്കണം, നിങ്ങളും ഇന്ന് വിശ്വസിക്കണം. ഞാൻ വന്നത് ദൈവത്തിൻ്റെ അടുക്കലാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. രണ്ട്, ഞാനിന്നത് വന്നതുകൊണ്ട് എനിക്കൊരു വിടുതലുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഇത് രണ്ട് കാര്യങ്ങൾ ഇന്ന് രാത്രി ഇവിടെ നടന്നാൽ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഭയങ്കര ചേഞ്ച് ഉണ്ടാകും. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തോട്ട് വരാം. കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചത് യഹോവ നിന്നെ എല്ലായ്പ്പോഴും വഴിമടത്തുന്ന ദൈവം. എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞാൽ അവിടെ ബഹുവചനമാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ രാത്രി പറഞ്ഞു, ജനിക്കുന്നതിന് മുമ്പ് നീ ഏതു വഴിക്ക് പോകണം എന്ന് ദൈവം കണ്ടിരുന്നു. ജനിക്കുന്നതിന് മുമ്പ് 3 കാര്യം നടന്നു. ഒന്ന്, ആമേൻ, നീ ജനിക്കുന്നതിന് മുമ്പ് നിന്നെ കണ്ടു ദൈവം. എന്ന് പറഞ്ഞാൽ നിന്റെ അപ്പൻ, നിന്റെ അമ്മ, നിന്റെ ബന്ധുക്കൾ, ചാർച്ചക്കാർ, കൂടപ്പിറപ്പുകളെല്ലാം കാണുന്നതിന് മുമ്പ് ദൈവം നിന്നെ കണ്ടു. ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ദൈവം നിന്നെ കണ്ടു. ഞാനും ബിരിൽ പാസ്റ്റർ ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഞങ്ങൾ രണ്ടുപേരും, നിങ്ങളും ഒക്കെ പ്രിയ മോനൊക്കെ ഇവിടെ നിന്ന് പാടുമെന്ന് നമ്മളാരും കരുതിയതല്ല. ഇത് നേരത്തെ തമ്പുരാൻ്റെ പ്രീ പ്ലാന്റിംഗ് ആണ്. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യവും അങ്ങനെ തന്നെ. 22 പേര് കൂടെ ഉണ്ടായിരുന്നപ്പോൾ, ആമേൻ, 22 പേരും ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാറിപ്പോയപ്പോഴും ആ സ്ഥാനത്ത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് 10 വർഷം ഇത്രയും വിജയകരമായി പൂർത്തീകരിക്കാനുള്ള കാരണം തമ്പുരാണ് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിനക്കവൻ ജയം തന്നിരിക്കും. അപ്പോൾ ദൈവം നമ്മെ ജനിക്കുന്നതിന് മുമ്പ് കണ്ടു. 2, അപ്പോൾ ജനിക്കുന്നതിന് മുമ്പ് കണ്ടു എന്നുള്ളത് കൊണ്ട് എന്നും മരിക്കുമെന്നും ദൈവത്തിന് അറിയാം. എന്നും മരിക്കുമെന്നും ദൈവത്തിന് അറിയാം. ഇപ്പം ഞാൻ എന്നും മരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവം എന്നെ കണ്ടതുകൊണ്ട് ഞാൻ എന്നും മരിക്കുമെന്ന് ഞാൻ അറിയാതിരിക്കുമ്പോൾ എന്നെ അറിയുന്നൊരു ദൈവത്തിന് ഞാനെന്നും മരിക്കുമെന്നറിയാം. ഞാനെന്നും മരിക്കുമെന്ന് ഞാൻ അറിയാതിരിക്കുമ്പോൾ ഞാനെന്നും മരിക്കുമെന്ന് എൻ്റെ ദൈവത്തിന് അറിയാമെന്നതുകൊണ്ട് എനിക്ക് മരണത്തെ പേടിയില്ല. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. കാരണം കഴിഞ്ഞ രാത്രി പറഞ്ഞതുപോലെ ഓലത്താന്നിയിലെ ഒരു കട്ടുറുമ്പ് നിന്നെ കടിക്കണമെങ്കിൽ ദൈവം അറിയാതെ അത് സംഭവിക്കുകയില്ല. അതുകൊണ്ട് മന്ത്രവാദികളും ആഭിചാരകളും നിനക്കെതിരെ എഴുതി വെച്ച രേഖകളെല്ലാം ജലരേഖ പോലെ അഴിയും. ഈ മണ്ണിൽ കാലുകുത്തി നിൽക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് കൊലവിളി വിളിച്ച ഇരുളിൻ്റെ ശക്തിയുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് ഇന്ന് രാത്രി നെഞ്ച് വിരിച്ച് തല ഉയർത്തി നീ ബൈബിളും പിടിച്ച് ഇതിനകത്ത് ഇരിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നല്ല, തമ്പുരാൻ അറിയാതെ നിനക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ വാർദ്ധക്യത്തെ നാളിൽ നിന്റെ മകനും നിന്റെ മകളും നിന്റെ മരുമകനും നിന്റെ മരുമകളും നിന്റെ ബന്ധുക്കളും സമൂഹവും ചാർച്ചക്കാരും നിന്നെ അനാഥശാലയിൽ കൊണ്ടുപോയി കിടത്തിയാലും നരയ്ക്കുവോളം ചുമക്കുന്ന ഒരു ദൈവം കൂടെയുണ്ടെന്ന് കഴിഞ്ഞ രാത്രി പറഞ്ഞ് അവസാനിക്കുകയും 66 അറകളുള്ള ഈ വിശുദ്ധ ബൈബിൾ ചുമക്കുന്നവനെ ഏതു പ്രായത്തിലും ദൈവം അവനെയും ചുമക്കും എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ രാത്രിയിൽ നാം ദൈവകൃപ പ്രാപിച്ചു മടങ്ങി. ഇന്ന് രാത്രി അതിൻ്റെ 2-ാമത്തെ ഭാഗത്തിലേക്ക് നമുക്കൊന്നിറങ്ങാം. സ്പീഡായിട്ട് നമ്മളൊന്ന് പോകും. അതിൻ്റെ 7 കാര്യങ്ങളൊന്ന് പറഞ്ഞൊന്ന് അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ വിടുതൽ ഇതിനകത്ത് നടക്കാനിടയായി തീരും. ഈ ദൈവവചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതൽ നടന്നുകൊണ്ടേയിരിക്കും.
എന്നോടുള്ള ദൂതാണെന്ന് നിങ്ങൾ ഏറ്റെടുത്താൽ ഇന്ന് രാത്രിയിൽ ഓൺ ദ സ്പോട്ടിൽ വിടുതൽ നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 വയസ്സൊന്നുള്ളപ്പോഴാണ് ബഹുമാനപ്പെട്ട ദൈവദാസൻ കർത്താവിൻ്റെ ദാസനോട് ദൈവാലോചന പറയുന്നത്. എന്താണെന്നുള്ള തിരിച്ചറിവ് പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ വാരിയെറിഞ്ഞ ദൂത് തൻ്റെ ജീവിതത്തിൽ തൻ്റെ മാതാപിതാക്കൾ ഏറ്റെടുത്തു, താൻ ഏറ്റെടുത്തു. അനന്തരഫലം ഇന്ന് ഓലത്താണിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ, അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ ഈ പട്ടണത്തിൽ ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, ദൂതേറ്റെടുത്തതാണ്. ഈ രാത്രി നിങ്ങൾ ദൂതേറ്റെടുത്താൽ ഉറപ്പായും ദൈവത്തിൻ്റെ കരം ഇതിനകത്ത് ചലിക്കും. രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ വായിക്കുന്നത്, വരണ്ട നിലത്തിലും നിന്റെ വിശപ്പിനെ അടക്കുന്നവനായ ദൈവം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. വരണ്ട നിലത്തിലും നിന്റെ വിശപ്പിനെ അടക്കുന്നവനായ ദൈവം. എന്താണ് വരണ്ട നിലമെന്ന് പറയുന്നത്? വരണ്ട നിലത്തിലും നിന്റെ വിശപ്പിനെ അടക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുവൻ ദൈവത്തെ അറിഞ്ഞാൽ അവൻ വിശക്കത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? 16-ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനെ അറിഞ്ഞു, ഞാൻ ഫാസ്റ്റിംഗ് ഇരിക്കുന്നു. ആ വിശപ്പല്ല. ഇപ്പോഴും കൃപയാൽ വലിയ വിശപ്പൊന്നുമില്ല. പക്ഷേ ഒരുപാട് ഫാസ്റ്റിംഗ് ഞാൻ എടുത്തിട്ടുണ്ട്. ദൈവദാസർ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര്. ഞങ്ങളുടെ അനുഭവത്തിൽ പറയാം, യേശുവിനെ അറിഞ്ഞു അന്നു മുതൽ ഇന്ന് വരെ ആഹാരത്തിന് അലഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം നിന്റെ വിശപ്പിനെ അടക്കുന്ന ഒരു ദൈവമുണ്ട്. അതിൻ്റെ ഒരു മർമ്മമുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആമേൻ. രാവിലെ അപ്പവും ഇറച്ചിയും, വൈകുന്നേരവും അപ്പവും ഇറച്ചിയും. ദൈവം കൊടുക്കുന്ന ആഹാരം കണ്ടോ? ദൈവം ഒരുത്തൻ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ വരുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ആഹാരത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് ശ്രേഷ്ഠകരമേറിയ ആഹാരമായിരിക്കും ദൈവം അവന് കൊടുക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ വെച്ച് കഴിക്കാവുന്നതിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ആഹാരം നിന്നെയും നിന്റെ തലമുറകളെ കൊണ്ട് തിന്നിപ്പിക്കും ദൈവം. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ അറിഞ്ഞില്ലെങ്കിൽ അട്ടയിട്ട് വാറ്റിയ, ബാറ്ററികളിട്ട് വാറ്റിയ, പല പഴുതാരകളും ഇട്ട് വാറ്റിയ ചാരായം കുടിച്ച് ജീവിതം നശിപ്പിച്ചു കളയുമ്പോൾ യേശുവിനെ, ദൈവത്തെ ഒരുത്തൻ അറിഞ്ഞു വന്നാൽ അവന് കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമേറിയതായിരിക്കും. അതിൻ്റെ കാരണം കൊടുക്കുന്നവൻ്റെ പ്രത്യേകതയാണ്. ആരാണ് കൊടുക്കുന്നത്? സകല ചരാചരങ്ങളെയും ഉണ്ടാക്കിയ ദൈവം. ഒരുത്തൻ ആഹാരം കൊടുത്താൽ അവന് കൊടുക്കുന്ന ആഹാരമാണ് അപ്പവും ഇറച്ചിയും. കരങ്ങൾ ഉയർത്തിയ ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തെ അറിയുമ്പോൾ ജീവിതത്തിൽ വരുന്ന മാറ്റം, ഡ്രസ് കോഡിൽ മാറ്റം വരും, ജീവിത ശൈലികൾക്ക് മാറ്റം വരും, ആഹാരത്തിന് മാറ്റം വരും, ജീവിതത്തിൻ്റെ തലങ്ങൾക്കെല്ലാം മാറ്റം വരും. അതിൻ്റെ കാരണം കൊടുക്കുന്നവൻ ആരെന്നുള്ള വെളിപ്പാടാണ്. സർവശക്തൻ കൊടുത്താൽ ആ സർവശക്തൻ്റെ ക്വാളിറ്റി അനുസരിച്ച് മാത്രമേ ആഹാരം കൊടുക്കത്തുള്ളൂ. രാജാവ്, പ്രധാനമന്ത്രി, അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അല്ലെങ്കിൽ രാജാക്കന്മാർ നമ്മളവിടെ തീന്മേശയിൽ നമുക്ക് ഫുഡിന് വേണ്ടി, ഡിന്നറിന് വേണ്ടി അവർ വിളിച്ചു കഴിഞ്ഞാൽ അവർ ചെറിയ ഫുഡൊന്നുമല്ല വരുന്നത്. ഏറ്റവും 1 നമ്പർ ഫുഡ് അവർ കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമേറിയ ഫുഡായിരിക്കും ദൈവം അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, നീതിമാന്റെ സന്തതി അപ്പ കഷണത്തിന് ഇരക്കുന്നത് ആരും കണ്ടിട്ടില്ല. കരങ്ങൾ ഉയർത്തിയ ദൈവത്തെ സ്തുതിക്കാം. അപ്പൊ ദൈവത്തെ അറിയുമ്പോൾ ദൈവം അവനെ വിശക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇവിടെ നോക്കൂ, ഇവിടെ ഈ വിശക്കാൻ അനുവദിക്കത്തില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, ദൈവം ഒരുവന് ഫുഡ് കൊടുക്കണമെങ്കിൽ
ഒരു കാര്യം ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം എന്തോന്ന് പറയുന്നോ അതനുസരിക്കാൻ തയ്യാറായാൽ അനുസരിക്കുന്നവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ഫുഡ് തരും. എന്ന് പറഞ്ഞാൽ നീ ഹോട്ടൽ അന്വേഷിച്ച് നടക്കണ്ട, റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് നടക്കണ്ട, 5 സ്റ്റാറും 3 സ്റ്റാറും ഒന്നും നോക്കി നീ നടക്കണ്ട. നീ ഇരിക്കുന്നിടത്ത് സാധനം വരും, ഇരിക്കുന്നിടത്ത് സാധനം വരും. വിശ്വസിക്കുന്നവർ കൈകളൊന്ന് അടിച്ച ദൈവത്തെ സ്തുതിക്കുക. നീ ഇരിക്കുന്ന ഇടത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവരും. കരങ്ങളൊന്ന് ഉയർത്തിയ ദൈവത്തെ സ്തുതിച്ചാട്ട്. അതാണ് ദൈവം ഒരുവനെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ അങ്ങനെയാണ്. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. ദൈവം പറയുന്നത് അനുസരിക്കണം. അത് സ്വല്പ പാടാണ്. അത് പലർക്കും ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ ഒരല്പ പാടാണ്. പക്ഷെ അനുസരിക്കാൻ തയ്യാറായാൽ പിന്നെ നീ തിന്നുന്നത് രാജാവ് കഴിക്കുന്നതിനേക്കാൾ മൃഷ്ടാനുഭോജനമാണ്. അതെന്താ പാഷ അങ്ങനെ പറഞ്ഞത്? 17-ന്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കൂ. കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് പ്രവചിക്കുകയാണ് ഏലിയാവ്. കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് പ്രവചിക്കുന്ന ഏലിയാവിനോട് ദൈവം പറയുന്നു, നീ കെരീത്തിൽ പോയി ഇരിക്കുക. നോക്കൂ, കൊട്ടാരത്തിൽ പ്രവചിക്കുന്നവൻ കൊട്ടാരത്തിലെ മൃഷ്ടാനുഭോജനം കഴിച്ചുകൊണ്ട് അവിടുത്തെ വെഞ്ചാമര കട്ടിലിൽ കിടക്കുന്ന ഏലിയാവിനോട് ദൈവം പറയുന്നു, മതി, നീ പ്രവചിച്ചതൊക്കെ മതി. നീ ചെന്ന് എവിടെ കിടക്കണം? കെരീത്ത് തോട്ടിൽ ചെന്ന് കിടന്ന് അവിടെ നീ ഇരിക്കണം. എന്നിട്ട് ആ തോട്ടിൽ നിന്ന് വെള്ളം നീ കുടിക്കണം. കെരീത്ത് തോട്ടിലെ വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല വെള്ളമൊന്നുമല്ല. പശുവിനെ കുളിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട്, അതുപോലെ വസ്ത്രങ്ങൾ കഴുകുന്ന അന്തരീക്ഷങ്ങളുണ്ട്. ചത്തുപുഴുത്ത പാമ്പുകളും പെരിച്ചാഴിയും പട്ടിയും പൂച്ചയൊക്കെ കിടക്കുന്ന ഈ വെള്ളത്തിലും ഈ തോട്ടിലൂടെ ഒഴുകി വരുന്ന വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കാത്തവന് ഒരിക്കലും കഴിയത്തില്ല. അനുസരിക്കുന്നവന് മാത്രമേ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. പക്ഷെ നീ അനുസരിക്കാൻ തയ്യാറായാൽ നിന്റെ അടുക്കൽ പറന്നു വരും ഫുഡ്. നീ വിശക്കത്തില്ല. മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് ഏറ്റവും അടിസ്ഥാനപരമായ 2 കാര്യം. 1, അവന് വായു ആവശ്യം. 2, അവന് ആഹാരം ആവശ്യം. വായുവാണോ വലുത്, ആഹാരമാണോ വലുതെന്ന് ചോദിച്ചാൽ ഇവ രണ്ടും ഒരുപോലെ നിൽക്കണം. വായു മാത്രം നമുക്ക് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവ രണ്ടും ഒരുപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണം. ഇന്ന് രാത്രി പറഞ്ഞു വരുന്നവര് താല്പര്യം, ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആഫ്രിക്കയുടെ അനേക സ്ഥലങ്ങളിൽ ആഹാരമില്ലാതെ, വായുവുണ്ട് പക്ഷെ ആഹാരമില്ലാതെ ആയിരങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന സമയമാണ്. മണ്ണിനെ വെട്ടിക്കൊഴിച്ചെടുത്ത് അത് ചിരട്ടയ്ക്കകത്ത് വെച്ച്, കളിമണ്ണ് പോലെ ചിരട്ടയ്ക്കകത്ത് വെച്ചിട്ട് അത് വെയിലിൽ കൊണ്ടുപോയി ഉണക്കി അതിനെ ഭക്ഷിച്ച് തിന്നുന്ന ആഫ്രിക്കയിലെ ആൾക്കാരുണ്ടെന്നാണ് പരസ്യങ്ങളിലൂടെ കാണാനായിട്ട് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എനിക്കും നിങ്ങൾക്കും ആവശ്യം, ജീവിച്ചിരിക്കുന്ന കാലമൊക്കെയും നമ്മുടെ വിശപ്പിനെ അടക്കാൻ അന്നം ദൈവം നമുക്ക് തരണം. ദൈവം ഗ്യാരണ്ടി പറയുന്നു, പേടിക്കേണ്ട, നിന്റെ മരണം വരെ നിനക്ക് ഞാൻ സമൃദ്ധിയായിട്ട് ആഹാരം തരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പത്രോസ് ഇങ്ങനൊരു വെളിപ്പാട് പറയുന്നുണ്ട്. പത്രോസ് പറയുന്നത്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. നാളത്തെ ചന്തയിൽ പോകുന്നവർ ഓർത്തു വെച്ചോ, നീ ചന്തയിൽ ചെല്ലുമ്പോഴല്ല മീന് പിടിക്കാൻ പോകുന്നത്. പിന്നെ നാളത്തേത് ഇന്ന് വലയ്ക്കകത്ത് കയറി കഴിഞ്ഞു. നാളത്തെ മീന് നിനക്കുള്ളത് അതിൻ്റെ മണ്ടയ്ക്കെഴുതി വെച്ചിട്ടുണ്ട്. ആരും കൊണ്ടുപോകത്തില്ല. ലേറ്റായിട്ട് ചെന്നാലും നിനക്കുള്ള മീന് നിന്റെ പേരെഴുതി ആ വട്ടിക്കകത്ത് കിടപ്പുണ്ട്, ആ കുട്ടയ്ക്കകത്തും പാത്രത്തിനകത്ത് കിടപ്പുണ്ട്. നീ അവിടെ ചെന്ന് മേടിച്ചാൽ മതി. നീ എത്ര ലേറ്റായാലും ശരി തന്നെ, നിനക്കുള്ളത് നിനക്ക് ദൈവം അവിടെ വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി അത് എപ്പോഴും അറിയാമോ, നീ ജനിക്കുന്നതിനു മുമ്പ്
തമ്പുരാൻ പേരെഴുതി. എന്ന് പറഞ്ഞാൽ പഞ്ചാബിൽ വിളയുന്ന സുലേഖയും സുലേഖയും ജയയും അതുപോലെ തന്നെ ഗോതമ്പ് മണിയുമില്ലേ, ഓരോ ഗോതമ്പിൻ്റെ മുകളിലും എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെയും നിൻ്റെയും പേരെഴുതി വെച്ചിട്ടുണ്ട്. അത് എത്തേണ്ട റേഷൻ കടയിലെത്തും, നീ ചെല്ലും, നിനക്ക് തമ്പുരാൻ അളന്നു കുറിച്ച് പഞ്ചാബിൻ്റെ മണ്ണിൽ, നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ വിളയുന്ന നെൽമണിയിൽ നിന്റെ പേരെഴുതി വെച്ചത് നിന്റെ കലവറയിൽ തന്നെ വന്നു ചേരും. അതുകൊണ്ട് ദൈവം ഒന്നാമത് പറയുന്ന ദൂതിങ്ങനെയാണ്, നിന്നെ വരണ്ട നിലത്തിലും നിന്റെ വിശപ്പിനെ ഞാൻ അടക്കുന്നവനായ ദൈവം. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ ദൈവം എത്ര വർഷമാ മടത്തിയെന്നറിയാമോ? 430 വർഷം മടത്തി. 430 വർഷമാണ് മിസ്രൈമിൽ നിന്ന് കനാൻ ദേശം വരെ നടത്തിയത്. 430 വർഷമാണ് നടത്തിയത്. എൻ്റെ ചോദ്യം, ഈ 430 വർഷം എന്തോന്ന് തിന്നു? അവര് ചോദിച്ചു മോശയോട്, ഞങ്ങളെ എന്നാ തിന്നും, ഞങ്ങളെ എന്നാ കുടിക്കും? ഇതൊരു ചോദ്യമാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നീ യേശുവിൽ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ? ഗ്യാരണ്ടിയും വാറണ്ടിയും പറയാം, നീ വിശക്കത്തില്ല. ദൈവം ജനത്തെ മരുഭൂമിയിലൂടെ നടത്തിയ ദൈവം എവിടം വരെ അറിയാമോ? മിസ്രൈമിൽ നിന്ന് കനാനിലെത്തുന്നത് വരെ ദൈവം എങ്ങനെയാ പറയാം ആഹാരം കൊടുത്തത്? ആകാശത്തിൻ്റെ കിളിവാവിന് തുറന്നിട്ട് ദൈവം തമ്പുരാൻ മേത്തരമേറിയ മന്ന അവരുടെ കൂടാരത്തിൽ ഇട്ടുകൊടുത്തു. നല്ല തേൻ കൂട്ടി കഴിക്കുന്ന ദോശ പോലെ അതിനേക്കാൾ മേത്തരമേറിയ ഫുഡ് ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്തു. നിനക്കറിയില്ല, ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളൊന്നും കഴിച്ചില്ല, ഞാനൊന്നും കഴിച്ചില്ല. കഴിച്ചവരോർത്തോളണം, ഈ മരുഭൂമിയിൽ ദൈവം നിനക്ക് ഉച്ചയ്ക്ക് ഫുഡ് തന്നു. ഇനി രാത്രിയിൽ നിനക്കവൻ തരേണ്ടത് തരും. നാളത്തെ രാവിലെ നിനക്ക് തരേണ്ടി വരും. ഞാൻ പറയട്ടെ, കോവിഡിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത്. ഞാൻ പലരോടും ചോദിച്ചു, കോവിഡിൽ ആരെങ്കിലും പട്ടിണി കിടന്നു? ഞാൻ ചർച്ചിൽ ചോദിച്ചു, കോവിഡിൽ ആരെങ്കിലും പട്ടിണി കിടന്നു? അവർ പറഞ്ഞു പട്ടിണി കിടന്നില്ല. കോവിഡ് വരുന്നതിന് മുമ്പേ ജീവിച്ചവനേക്കാൾ സമൃദ്ധിയായിരുന്നു കോവിഡിൻ്റെ കാലത്ത് ദൈവം അനുഗ്രഹിച്ചത്. എന്താണ് അതിൻ്റെ കാരണം? നിന്റെ വിശപ്പടക്കുന്നത് ഇവിടുത്തെ റേഷൻ കടയാണ്, സമ്മതിച്ചു. അല്ലെങ്കിൽ ഇവിടുത്തെ കടകൾ തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ അതിൻ്റെ ഉത്ഭവം എവിടെയെന്ന് ചോദിച്ചാൽ നീ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ്. മരുഭൂമിയിലിട്ട് ഇസ്രായേൽ മക്കൾക്ക് മേത്തരമായ ഫുഡ് കൊടുത്തു. നിങ്ങൾക്കറിയാമോ, ഈ മന്നയുടെ പ്രത്യേകതയുണ്ട്. ഇത് എല്ലാവിധമായിരിക്കുന്ന മരുന്നുകളും ചേർന്ന ഫുഡാണ് മന്ന എന്ന് പറയുന്നത്. ഇത് കഴിച്ചാൽ രോഗം വരുത്തേയില്ല, ഇത് കഴിച്ചാൽ ക്ഷീണം വരില്ല, ഇത് കഴിച്ചാൽ പ്രായം വയ്ക്കത്തില്ല, ഇത് കഴിച്ചാൽ ഒരു ഭയങ്കര ബലമുണ്ടാകും. ദൈവം തന്നത് നീ കഴിച്ചാൽ, ദൈവം തന്നത് നീ കഴിച്ചാൽ, ഒരു വെളിപ്പാട് പറയാം, നീ ഒരിക്കലും തളരുകയില്ല. എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കൂ. അവിടെ വായിക്കുന്നത് കനലിൽ ചുട്ട അട. കനലിൽ ചുട്ടയട എങ്ങനെ കൊടുത്തതാണ്? കനലിൽ ചുട്ടയട. ദൈവം കൊടുത്ത അട നോക്കിക്കോ എങ്ങനെയാണ്? ദോശക്കല്ലിൽ ചുട്ടതല്ല, കനലിൽ ചുട്ടയടയെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കനലിൽ ചുട്ടയടയും പിന്നെ തുരുത്തിയിലെ വെള്ളവും ദൈവം ഏലിയാവിന് കൊടുത്തു. ഇനി വേറെ ഒരാൾ കൊടുത്തു. 17-18 അധ്യായത്തിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വിധവയുടെ അടുക്കൽ ചെന്നു. 17-ാം അധ്യായം. വിധവയുടെ അടുക്കൽ ചെന്നിട്ട് പറയുന്നു, നീ എനിക്കൊരു അപ്പം ഉണ്ടാക്കി കൊണ്ടുവരിക. അവൾ പറഞ്ഞു, ഞാൻ മരിക്കാൻ വേണ്ടി ഇരിക്കുക. ആ സമയത്ത് പറഞ്ഞ, അങ്ങനെയൊന്നുമല്ല, നീ ഒരു കാര്യം ചെയ്യേ, നീ ആദ്യം എനിക്കിഞ്ഞ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഏലിയാവിന് ഉണ്ടാക്കി ദോശക്കല്ലിലിട്ട് ഒരു മാവ്
അങ്ങോട്ട് കോരിയൊഴിച്ച് നമ്മൾ ദോശ ചുടുന്നത് പോലെ അല്ലെങ്കിൽ അപ്പം ചുടുന്നത് പോലെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഏലിയാവിന് കൊടുത്തു. ഇതങ്ങോട്ട് തിന്നു വയറ്റിനകത്തോട്ട് അങ്ങോട്ട് ചെന്ന മാത്രയിൽ മരണത്തിൻ്റെ ശക്തി പോരാടാൻ തുടങ്ങി. അത് കഴിച്ച ഉടനെ മരിക്കണം. 19-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും, എനിക്കും മരിക്കണം. 18-ാം അധ്യായത്തിൽ എനിക്കും മരിക്കണം. ആമേൻ. ഈ വിധവ ഉണ്ടാക്കി കൊടുത്ത ദോശ ഏലിയാവിൻ്റെ വയറ്റിനകത്ത് ചെന്നു. ഏലിയാവിൻ്റെ ബലം പോയി, ഏലിയാവിൻ്റെ ശക്തി പോയി, ഏലിയാവിൻ്റെ ധൈര്യം പോയി. ആമേൻ. അവിടെ വായിക്കുന്നത് ഇതങ്ങോട്ട് കഴിച്ചു, യവന് ക്ഷീണം അങ്ങോട്ട് തുടങ്ങി, മരണവെപ്രാളം തുടങ്ങി. അതുവരെ തൻ്റെ ഇടത്തോടെ നിന്നുകൊണ്ട് ഇസബേലിനോട് വെല്ലുവിളിച്ച് 850 പ്രവാചകന്മാരുടെ തലവെട്ടിക്കൊണ്ടിരുന്ന ഏലിയാവ് ഈ ലോകത്തിൽ ഉണ്ടാക്കി കൊടുത്ത ദോശക്കല്ല് ചുട്ടെടുത്ത് ഈ അപ്പം അകത്തു ചെന്ന് ഉടനെ തന്നെ മരിക്കണമെന്ന് പറഞ്ഞ് 18-ഉം 19-ഉം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഒരു ചൂരച്ചെടിയുടെ കീഴിൽ ചെന്ന് കിടന്നിട്ട് അവൻ നിലവിളിക്കുന്നു, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ല, അതുകൊണ്ട് എൻ്റെ പ്രാണനെ എടുക്കണമേ എന്ന് പറഞ്ഞ് ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് ഈ ലോകത്തിലെ അപ്പം കഴിച്ചുകൊണ്ട് ശക്തിയില്ലാതെ ബലമില്ലാതെ ഇസബേലിൻ്റെ ശക്തിയോട് പോരാടുവാൻ കഴിയാതെ വണ്ണം തളർന്നു കിടക്കുന്ന ബലക്ഷയം സംഭവിച്ചിരിക്കുന്ന ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ കിടന്നിറക്കുമ്പോൾ വെള്ളി മേഘങ്ങളെ തള്ളി നീക്കി ഉയരത്തിൽ നിന്ന് ഒരു ദൂതൻ കനലിൽ ചുട്ടയെടുത്ത ആട ഏലിയാവിനെ തട്ടിയിട്ട് പറഞ്ഞു, തിന്നടാ, ഇത് ദോശക്കല്ലിൽ ചുട്ടതല്ല, സ്വർഗത്തിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന കനൽ കട്ടയ്ക്കകത്ത് വെച്ച് ചുട്ടെടുത്ത ഇന്ന് രാത്രി എത്ര പേർ ആ ദൂതേറ്റെടുക്കുന്നു? നീ കഴിച്ച ആഹാരത്തിന്റെ മുന്നിൽ മരണം നിന്റെ മുന്നിൽ വരും, പക്ഷേ ദൈവം നിനക്ക് കനലിൽ ചുട്ടയാടാ, കനലിൽ ചുട്ടത്. ആമേ. തിന്നും കൊണ്ട് വീണ്ടും കിടന്നങ്ങ് ഉറങ്ങി. രണ്ടാമതും ദൂതൻ കനലിൽ ചുട്ടെടുത്തയാട. അപ്പം നിങ്ങൾ ചോദിക്കും, പാസ്റ്റേ, സ്വർഗത്തിൽ കനലുണ്ടോ? സ്വർഗത്തിൽ കനലുണ്ട്. സ്വർഗത്തിൽ ഇപ്പോഴും കനൽ കത്തി 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 കിടക്കുകയാണ്. സ്വർഗത്തിൽ അഭിഷേകത്തിൻ്റെ തീ. ആമേൻ, സ്തോത്രം. ആമേൻ. കോവളം തീർത്തി കടലിൽ നിന്നല്ല തീ ഇറങ്ങി വരുന്നത്, ഇവിടെ തൊട്ടടുത്തുള്ള ചുള്ളയ്ക്കകത്ത് നിന്നല്ല തീ ഇറങ്ങി വരുന്നത്, പിന്നെ ഇന്ന് രാത്രി നിന്റെ തലയ്ക്കകത്തോട്ട് ഇറങ്ങുന്ന തീ സ്വർഗത്തിൽ നിന്ന് തിളച്ചു മറിയുന്ന തീക്കനലിൽ നിന്നാണ് ഈ അഭിഷേകം നിന്റെ മേൽ വരുന്നത്. അപ്പൊ സ്വർഗത്തിൽ തീക്കനലുണ്ടല്ലേ? എങ്ങനെ അറിയാം? യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 6:6 നോക്കിക്കേ. അവിടെ വായിക്കുന്നു, അവയെ തീക്കനലിൽ നിന്ന് ഒരു കൊടില് കൊണ്ട്, എന്ന് പറഞ്ഞാൽ ദൂതനു പോലും ആമെ തീക്കനൽ കൈകൊണ്ടെടുക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന തീക്കനൽ. ആ തീക്കനലിലേക്ക് ഒരു കൊടില് കൊണ്ട് ദൂതൻ എടുത്തേച്ച് ആ തീക്കനൽ കൊണ്ടുവന്ന് യെശയ്യാവിന്റെ നാക്കിലോട്ട് തൊടുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ദൂതന് പോലും കൈകൊണ്ടെടുക്കാൻ കഴിയാത്ത തീക്കനൽ ഒരു കൊടില് കൊണ്ടെടുത്ത് ആ തീക്കനൽ യെശയ്യാവിന്റെ വായിലോട്ട് തൊടുന്നു. ആ തീക്കനൽ അവന്റെ വായ്ക്കകത്ത് പൊള്ളി ശരീരത്തിൽ അഭിഷേകമായി ഇറങ്ങി. 1 മുതൽ 5-ാം അധ്യായം വരെ പ്രവചിച്ചു കൊണ്ടിരിക്കുന്ന, കുറ്റം പറയുന്ന യെശയ്യാ പ്രവാചകൻ ഈ തീക്കനൽ തൊട്ടു. അഭിഷേകത്തിൽ അവൻ നിറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവന്റെ തലം മാറി, രീതി മാറി, അവസ്ഥ മാറി. കനൽ അവന്റെ ശരീരത്തിൽ തൊട്ട മാത്രയിൽ അവൻ പ്രവചിക്കാൻ തുടങ്ങി, ഞാനൊരു കന്യകയെ കാണുന്നു, അവൾ ഗർഭം ധരിക്കുന്നു, അത് പുറത്തു വരുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിന്റെ പ്രഭു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ഈ കനൽ കാട്ട നിന്റെ നാവിൽ ഇന്ന് രാത്രി തൊട്ട് കഴിഞ്ഞാൽ നിന്റെ സ്വഭാവം മാറും, നിന്റെ രീതി മാറും, നിന്റെ അവസ്ഥ മാറും, നിന്റെ നിലവാരം മാറും, നിന്റെ പ്രാർത്ഥനയുടെ ശൈലി മാറും, നിന്റെ വെളിപ്പാട് മാറും.
മാറും. അതുകൊണ്ട് കർത്താവേ, ഈ മീറ്റിംഗിൽ വെച്ച് ആ തീക്കനൽ കൊണ്ട് എൻ്റെ നാവിനെ ഒന്ന് തൊടണമേ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാറത്ത് പഞ്ചങ്കൊൾ കെട്ടിയവനായ വെള്ളോടിന് സദൃശമായ കാലുകളോടുകൂടി അഗ്നി ജ്വാലക്കത്ത കണ്ണുകളോട് തേജസ് വാരി 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 അണിഞ്ഞവനായി 7 നിലവിളക്കിന്റെ നടുവിൽ നിലകൊള്ളുന്ന യേശുവിന്റെ കരം ഇന്ന് രാത്രിയിൽ ഈ അന്തരീക്ഷത്തിനകത്ത് ഇത്രയും പേരുടെ മേൽ തൊടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ ചിലരുടെ വായെ ഇന്ന് രാത്രി കനൽ കൊട്ട കൊണ്ട് തൊടാൻ പോകുകയാണ്. അവർ പുതിയ അന്യഭാഷയിൽ കഴിഞ്ഞ പകലിൽ നിങ്ങൾ പറഞ്ഞ ഭാഷയേക്കാൾ ഇന്ന് രാത്രി അടുത്ത ലെവലിലേക്ക്, ആമേൻ, ഇതുവരെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഇതുവരെ പറയാത്ത ഒരു പുതിയ ഭാഷയിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ ഇറക്കി വിടാൻ പോകുന്നു. അതിന്റെ കാരണം, ആമേൻ, സ്വർഗത്തിൽ ആളിക്കത്തുന്ന കനൽക്കട്ടയില്ലേ, ഇന്ന് രാത്രി നിന്റെ വായിലോട്ടൊന്ന് കൊണ്ടുവന്നാൽ, അതിനെ തൊടുവിച്ചു കഴിഞ്ഞാൽ അറിയാതെ അതരം തുറന്ന ആത്മാവിൽ ഇന്ന് രാത്രി നീ വിളിച്ചു പറയും, ഓ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ 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 അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിന്റെ പ്രഭു. നീ വിളിച്ചു പറയും, ഞാനൊരു കുഞ്ഞാടിനെ കാണുന്നു. ആമേൻ ആമേൻ. രോമൻ കത്തിരിക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ മുറിവേറ്റവനായി ഒരു ക്രിസ്തുവിനെ ഞാൻ കാണുന്നു. ദാവീദിന്റെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടുന്നവൻ ഞാൻ കാണുന്നു. തീ കനൽ നിന്റെ അകത്തോട്ട് തൊട്ടാൽ, നിന്റെ നാവിലോട്ട് തൊട്ടാൽ, നിന്റെ കാഴ്ചപ്പാടുകൾ മാറും, നിന്റെ സൗണ്ട് മാറും, നിന്റെ നാവിന്റെ കേട്ടഴിയും. ഒരു പുത്തൻ കൃപയുടെ ശക്തി ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നവർ, ഓ താങ്ക് യു ലോർഡ്. ദൈവ സാന്നിധ്യത്തിന്റെ ആഴങ്ങൾ ആത്മമണ്ഡലത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇവിടത്തെ അപ്പം കഴിച്ച ഏലിയാവിന് ബലം ക്ഷയിച്ചു, ശക്തി നശിച്ചു. ഒരു നിമിഷം പോലും ഏലിയാവ് ആമേൻ ഇസബേലിന്റെ വാക്കിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അകത്തിട്ട ആഹാരം നിമിത്തം, ദോശക്കല്ലിൽ ചുട്ടെടുത്ത ആഹാരം നിമിത്തം ആ അപ്പം കഴിച്ചതിന് ശേഷം ഒരു നിമിഷം പോലും കാല് ഊന്നി നിൽക്കാൻ കഴിയാതെ ചൂരച്ചെടിയുടെ കീഴിൽ കിടന്നുകൊണ്ട് മരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഏലിയാവ് ഇവിടെ ഇപ്പോൾ ദൈവം കൊടുത്ത കനലിൽ ചുട്ടെടുത്ത ആട അവൻ്റെ അകത്തോട്ട് കയറി. അവിടെ വായിക്കുന്നു, അവൻ കഴിച്ച ആഹാരത്തിൻ്റെ ബലം കൊണ്ട്, ആമേൻ, ഏലിയാവ് 40 ദിവസം ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിലേക്ക് ഓടിക്കയറാൻ തുടങ്ങി. ഒരു വെളിപ്പാട് പറയാം, ഇന്ന് രാത്രിയിൽ മരിക്കണം മരിക്കണം മരിക്കണമെന്ന് ആരെങ്കിലും ഇന്ന് രാത്രി ചിന്തിക്കുന്നെങ്കിൽ, ഈ വചനത്തിൻ്റെ ശക്തി നിന്റെ ആദരത്തിനകത്ത് കയറുമ്പോൾ, ഒന്നുകൂടി പറഞ്ഞാൽ, കനൽ ചുട്ട അപ്പം അത് ഏതാ? കാലുവറിയുടെ ക്രോധാഗ്നിയിൽ കിടന്ന് വെന്തു പുറത്തു വന്ന യേശു ക്രിസ്തുവാകുന്ന അപ്പം, ജീവനുള്ള അപ്പം. അതുകൊണ്ടാണ് കർത്തൃമേശ എടുക്കുമ്പോൾ പാസ്റ്റേഴ്സ് പറയുന്നത്, ഇത് തിന്നുന്നവൻ്റെ ഉള്ളിൽ ഇത് ജീവനുണ്ട്. ഇത് ദോശക്കല്ലിൽ ചുട്ടതല്ല, ഇത് തട്ടുകടയിലിട്ട് ചുട്ടെടുത്തതല്ല. ഇത് ദൈവത്തിൻ്റെ ക്രോധാഗ്നിക്കകത്ത് കിടന്ന് തീക്കനലാകുന്ന കാലുവറി കിടന്നു വെന്തു പുറത്ത് വന്നയപ്പം. ഇത് ഭക്ഷിക്കുന്നവന്റെ ഉള്ളിൽ, ഓ ഇത് ഭക്ഷിക്കുന്നവന്റെ ഉള്ളിൽ, ഇത് തിന്നുന്നവന്റെ ഉള്ളിൽ, ആ അത്രമേശെടുത്തവർ ദൈവത്തെ സ്തുതിച്ചു. ഇത് തിന്നുന്നവന്റെ ഉള്ളിൽ ജീവനുണ്ട്. ഓ അവൻ മരിക്കത്തില്ല, അവനകത്ത് ജീവനുണ്ട്. അവനൊരു വിൽ പവർ ഉണ്ടാകും. അവനെതിരെ വരുന്ന ഏത് പ്രതിസന്ധിയെയും, ഏത് വെല്ലുവിളിയെയും, ഏത് പോരാട്ടത്തെയും, ഏത് പ്രതിസന്ധിയെയും അവൻ ജയിക്കും. എന്താണ് കാരണം? ഇതിനകത്ത് വന്നു കയറിയത് കനലിൽ ചുട്ടെടുത്ത ജീവന്റെ അപ്പം. മൂന്നാമത്തെ വെളിപ്പാടിലേക്ക് വരാം. ആമേൻ. നിന്റെ ആസ്തികളെ ബലപ്പെടുത്തുന്നവനായ ദൈവം
മൂന്നാമത്തെ ദൂത് വാഗ്ദത്തം, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുന്നവനായ ദൈവം. കഷ്ടങ്ങൾ വരാതെ ഈ ഭൂമി ജീവിക്കാൻ പറ്റത്തില്ല. കഷ്ടവും വേദനയും ദുഃഖവും നെടുവീർപ്പും വെല്ലുവിളിയും പ്രതിസന്ധിയും തിരമാലകളും കോളിളക്കങ്ങളും കൊടുങ്കാറ്റുകളും പേമാരികളും ഇടിമിന്നലുകളും എന്ന് വേണ്ട എല്ലാ പ്രതികൂലങ്ങളെയും അനുഭവിച്ചേ ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. യാഥാർത്ഥ്യങ്ങൾ അതിനെ പറയും. പ്രതിസന്ധിയുടെ നടുവിൽ നട്ടല്ലോടെ നിൽക്കണമെങ്കിൽ നിന്റെ നട്ടെല്ലിനെ ദൈവം ശക്തീകരിക്കണം. കരങ്ങൾ ഉയർത്തിയ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എത്ര വലിയ കൊലക്കൊമ്പനായാലും പ്രശ്നങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവം തമ്പുരാൻ നിന്റെ അസ്ഥിയെ ബലപ്പെടുത്തിയില്ലെങ്കിൽ നീ കയറെടുക്കും, അതിന് യാതൊരു സംശയവും വേണ്ട. ദൈവത്തിൻ്റെ കൃപയുടെ ശക്തി നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ കോവളമല്ല, ഇനി കന്യാകുമാരി കടലിളകി വന്നാലും നീ പറയും, എന്നെ ശക്തനാക്കുന്നവൻ നിമിത്തം ഞാൻ സകലത്തിലും 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 മതിയാകുന്നു എന്ന് പറയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. അസ്ഥികളെ ബലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താ? യോശുവയുടെ പുസ്തകം 1:5 പറയുന്നത്, മോശ മരിച്ചതിന് ശേഷം ഇസ്രായേൽ മക്കളെ കനാനിൽ കൊണ്ടുപോകണം യോശുവയ്ക്ക്. ഇനി മുന്നോട്ട് കിടക്കുന്ന യെരിഹോവിൻ്റെ കൊത്തളങ്ങളും അരമനകളും പിടിച്ചടക്കണം, ഹായി പട്ടണം പിടിച്ചടക്കണം. ഇനി എന്ത്? അതിനെക്കാട്ടിയും ഭയങ്കരമായ കനാൻ ദേശത്തിരിപ്പുണ്ട് അനാക്യ മല്ലന്മാര്. യോശുവ വിടച്ച് പേടച്ച് വേറച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ദൈവം യോശുവയോട് പറയുന്നൊരു കാലഘട്ടത്തിൻ്റെ ദൂതുണ്ട്. യോശുവയെ, നിന്റെ നേരെ ഒരുത്തനും നിവർന്ന് നിൽക്കത്തില്ല. പാസ്റ്റർ ബിജുവിനോടുള്ള ദൂതാണ്, ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടുള്ള ദൂതാണ്. നിന്റെ നേരെ നിന്റെ നേരെ നിന്റെ നേരെ ഗ്ലോറി. നിന്റെ മസിൽ കണ്ടൊന്നും കൊണ്ടൊന്നുമല്ല, നിന്റെ പൊക്കം കണ്ടതൊന്നും കൊണ്ടല്ല, നിന്റെ വണ്ണം കണ്ടത് കൊണ്ടൊന്നുമല്ല, നീ ഭയങ്കര കരട്ട ബ്ലാക്ക് റെഡുമായത് കൊണ്ടൊന്നുമല്ല. പിന്നെ അതൊന്നും വിഷയമില്ല. ഒരു ഏറിന് നീ ഇല്ല, ഒരു ഏറിന് കരോട്ട ഒരു ഏറിനില്ല, ഒരു മുളക് പിടിക്ക് നീ ഇല്ല. ഇത്രയേ ഉള്ളൂ നിന്റെ പരിപാടി. പക്ഷേ ഇന്ന് നീ ജീവനോടുകൂടെ നിൽക്കണമെങ്കിൽ, ആമേൻ, നിന്റെ നേരെ ഒരുവനും നിവർന്ന് നിൽക്കാതിരിക്കണമെങ്കിൽ നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവകൃപ. എനിക്കും നിനക്കും വന്ന പ്രശ്നങ്ങൾ വേറൊരാൾക്ക് വന്നിരുന്നെങ്കിൽ എന്നെ പെട്ടിക്കകത്തായി മണ്ണിന് മണ്ണ്, ചാരത്തിന് ചാരം, വെള്ളത്തിന് വെള്ളമായി റീത്ത് വെച്ച് മണ്ണ് ചവിട്ടി മൂടി പുല്ലും കൊടുത്ത് അപ്പുറത്തവൻ്റെ പോത്തും കാളയും എന്നെ പുല്ല് തിന്നേണ്ട സമയം കഴിഞ്ഞു. എന്താ ഇന്ന് രാത്രിയിൽ വിരിച്ചൊരുക്കി അന്തരീക്ഷത്തിൽ ഒരുക്കി എടുത്തി ആരാധനയ്ക്കകത്ത് ഇന്ന് രാത്രി നീ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ കാരണം നീ അറിയാതെ നിന്റെ അസ്ഥിക്കൊരു പവറുണ്ട്. നാളെ ജപ്തി നോട്ടീസ്, നാളെ ജപ്തി നോട്ടീസ്, നാളെ ജപ്തി നോട്ടീസ്. 85 ലക്ഷം രൂപ മുടക്കി പണിതിരിക്കുന്ന സകല ഫർണിച്ചർ ഉൾപ്പെടെ നാളെ ജപ്തി നോട്ടീസ് ബാങ്കുകാർ കൊണ്ട് കൊടുത്തിരിക്കുകയാണ്. തലേ ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നൃത്തം ചെയ്ത് ആരാധിച്ചു കൊണ്ടിരിക്കുന്നു, നൃത്തം ചെയ്ത് ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ ഏറിൽ നിന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അവസാനം അവനോട് ചോദിച്ചു, നാളെ നിന്റെ വീട് ജപ്തി ചെയ്യാൻ പോകുന്നു, നീ എന്താ നൃത്തം ചെയ്ത് ആരാധിക്കുന്നത്? എൻ്റെ പാസ്റ്ററേ, ദൈവം അറിയാതെ നാളെ ജപ്തി നടക്കത്തില്ല, നടക്കത്തില്ല, നടക്കത്തില്ല. പിറ്റേന്ന് രാവിലെ 9 മണിക്ക് കാശ് റെഡിയാകുന്നു, കൊണ്ടുപോയി അടയ്ക്കുന്നു, പതിച്ച നോട്ടീസുകൾ വലിച്ചു കീറിക്കളയുന്നു. ഇന്ന് രാത്രിയിൽ നാളെ ജപ്തി എന്നും പറഞ്ഞുകൊണ്ട് തൂങ്ങി മരിക്കുകയല്ല ചെയ്തത്, നൃത്തം ചെയ്ത് ആരാധിച്ചു കൊണ്ടിരിക്കുന്നു.
5 ലക്ഷം രൂപയുടെ കടക്കാരൻ ആത്മഹത്യ ചെയ്തു. അവൻ്റെ ആത്മഹത്യയുടെ കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ എൻ്റെ സ്വതവേ ഞാൻ മരിക്കുകയാണ്, ഈ കടം തീർക്കാൻ എനിക്ക് കഴിയില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, ഇതിലാരും ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തു. ഇന്നലെ കുട്ടനാടിൽ ഒരാള് ആത്മഹത്യ ചെയ്തു, കടം നിമിത്തം ആത്മഹത്യ ചെയ്തു. ആമേൻ. ഇങ്ങനെ കടം കയറി പലരും ആത്മഹത്യ ചെയ്യുമ്പോഴാണ് ഇതിനകത്ത് 1 കോടിയുടെ കടക്കാര് കാണും, 50 ലക്ഷത്തിന്റെ കടക്കാര് കാണും, 25 ലക്ഷം 10 ലക്ഷം രൂപയുടെ കടക്കാര് ഈ ബൈബിളും പിടിച്ചുകൊണ്ട് ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കുന്നതിന്റെ കാരണം നീ കഴിച്ച മട്ടൻ ബിരിയാണിയുടെ ശക്തിയല്ല, നീ കൈയടിച്ചപ്പോൾ, നീ ആരാധിച്ചപ്പോൾ, നീ അറിയാതെ നിന്റെ ശരീരത്തിനകത്ത് വന്നു കയറിയ ദൈവത്തിന്റെ വിൽ പവർ, ദൈവത്തിന്റെ പവർ. കാരണം മരിച്ചടക്കപ്പെട്ടവനെ അല്ല നീ ആരാധിക്കുന്നത്, റീത്തു വെച്ചവനെ അല്ല നീ ആരാധിക്കുന്നത്, അവൻ സെമത്തേരി കടന്ന് കിടക്കുന്നവനെ അല്ല ആരാധിക്കുന്നത്. നീ ആരാധിക്കുന്നത് ആരെയെന്നറിയാമോ? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനെയാണ്. ഉടരമന ഹദരഘടക. ഞാൻ ഈ ദൂത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതോ ചില മതിലുകൾ ഇടിഞ്ഞു മാറുകയാണ്. എവിടെയൊക്കെയോ ചില സർവശക്തികൾ തലയടിച്ച് തകർന്നവൻ ഞാൻ കാണുന്നു. ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില രോഗാണുക്കൾ പൊട്ടുന്നവൻ ഞാൻ ദൈവാത്മാവിൽ കാണുന്നു. ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില ഇരുളിന്റെ ശക്തികൾ ആയുധം അള്ളുപോലെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ചില രോഗക്കെട്ടുകൾ രാത്രിയിൽ ഇതിനകത്ത് പൊട്ടുന്നത് പരിശുദ്ധാത്മാവിനെ കാണിച്ചു കൊണ്ടിരിക്കുന്നു. പ്രാപിച്ചെടുത്തോ താങ്ങാൻ കഴിയാത്തൊരാത്മമണ്ഡലത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇവനകത്ത് ചലിക്കുകയോ. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകത്തിൽ മരണമില്ലാത്ത ഒറ്റ കൂട്ടരേയുള്ളൂ, അത് ക്രിസ്ത്യാനികളാണ്. അവർക്ക് മരണമില്ല, അവർക്ക് മരണത്തെ പേടിയുമില്ല. അവർ വിളിച്ചു പറയും തീയിൽ കുരുത്ത മാർഗമാണിത്. അതുകൊണ്ട് ഇത് വാടിയൊന്നും പോകത്തില്ല, ഇത് തീക്കകത്ത് കുരുത്ത് കയറിയ അനോയിന്റിങ്ങിൽ പെട്ടതാണ് യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് എനിക്കും നിനക്കും പറയാൻ കഴിയും, എന്തൊക്കെ പ്രശ്നം വന്നാലും എൻ്റെ ദൈവം എന്നെ ശക്തീകരിക്കും, എന്നെ ബലപ്പെടുത്തും. ഇന്നത്തെ പ്രശ്നങ്ങളെല്ലാം നാളെ ചിതറുന്നത് പോലെ 22 പേരും കൂടെ ഇരുന്നു തിന്നു, കൂടെ കിടന്നു, കൂടെ ശുശ്രൂഷയ്ക്ക് വലത്തും ഇടത്തും നിന്നുകൊണ്ട് കൈത്താങ്ങൽ കൊടുത്തവർ ഒറ്റ നിമിഷം കൊണ്ട് വഴിമാറിപ്പോയപ്പോഴും തൻ്റെ ഇടത്തോടെ ഓല താന്നിയിൽ നിന്നുകൊണ്ട് ഈ മിനിസ്ട്രി ചെയ്ത് മുന്നോട്ട് പോകാൻ കാരണം ബിജുവിൻ്റെ പാസ്റ്റർ ബിജുവിൻ്റെ ശക്തിയല്ല, പിന്നെ താൻ അറിയാതെ തൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തിക്കൊണ്ടത് വിളിച്ചത് ഇവിടുത്തെ പ്രസ്ഥാനമല്ലടോ, വിളിച്ചത് ഞാൻ. ആഴിയും ഊഴിയും അണ്ടകടാഹങ്ങളെയും ഉണ്ടാക്കിയ ദൈവമാ നിന്നെ വിളിച്ചത് എന്ന് പറഞ്ഞ് ഈ പട്ടണത്തിൽ കാലെടുത്തു. നീ ഒറ്റയ്ക്ക് പാടി, ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു, ഒറ്റയ്ക്ക് ദൈവത്തെ സ്തുതിച്ച കാലഘട്ടങ്ങൾ മുന്നോട്ട് പോയപ്പോൾ പട്ടണത്തിന്റെ കുടിയിരിപ്പുകളെ ദൈവം അഴിച്ചു. കഴിഞ്ഞ രാത്രി ഞാൻ മീറ്റിംഗ് കഴിഞ്ഞു പോകുമ്പോൾ ഒരു സഹോദരി എന്നോട് പറഞ്ഞതാണ്, ബിജു പാസ്റ്ററുടെ ചർച്ചിൽ പോയപ്പോഴാണ് എൻ്റെ ഭാവിയുടെ കെട്ടഴിഞ്ഞതെന്ന്. അങ്ങനെയെങ്കിൽ ഒരുപാട് ചിലന്തി വല പിടിച്ച കെട്ടുകളും ബന്ധനങ്ങളും പോരുകളും അതിൻ്റെ അടിവേരുകളും ആത്മാവിൽ പിടിപെടുത്തുകൊണ്ട് ഈ പട്ടണത്തിന്റെ നടുവിൽ ദൈവ മഹത്വത്തിന്റെ ശക്തമായൊരു ശുശ്രൂഷ ഈ വേഷത്തിൽ ചെയ്തെടുക്കത്തക്ക വിധത്തിലുള്ള കളമൊരുക്കി പന്ന നിർത്തിയ ദൈവ കൃപയുടെ പിടിതൽ ആത്മമണ്ഡലത്തിൽ തിരിച്ചറിയുന്നവർ പോരാ, ഉറച്ചക്കൊന്ന് കൈയടിച്ച് അടുത്തിരിക്കുന്നവരൊക്കെ ഒന്ന് കേക്കട്ടെന്നേ. ഓ, കരിഞ്ഞ പുല്ലിന്റെ മേൽ, അരിഞ്ഞ പുല്ലിന്റെ മേൽ പെയ്തിറങ്ങുന്ന ഹിമത്തിന്റെ തുള്ളി പോലെ ആമേൻ. കരിഞ്ഞ പുല്ലിന്റെ
നിന്റെ മേൽ പെയ്തിറങ്ങുന്ന ഹിമത്തിന്റെ തുള്ളി അഭിഷേകം പ്രാപിച്ചവർ വാ തുറന്നു പറ, ശക്തിയോടെ പറ. ഇന്ന് രാത്രി ആ ദൈവ കൃപ നിന്റെ തലയിലേക്ക് വന്ന് ഇറങ്ങുകയാണ്. അത് നിന്റെ ശിരസ്സുകളിലൂടെ ഇന്ന് രാത്രി വാഴ്ന്നിറങ്ങുകയാണ്. അത് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജീസസ്, ഹല്ലേലൂയ. അസ്ഥികൾ ബലപ്പെടുമ്പോൾ, അസ്ഥിക്കകത്ത് ദൈവശക്തി ഇറങ്ങിയാൽ 6 കാര്യങ്ങൾ നടക്കും. 6 കാര്യം നടക്കും. അസ്ഥിയിലേക്ക് അഭിഷേകം ഇറങ്ങിയാൽ 6 കാര്യങ്ങൾ നടക്കും. വായിക്കണ്ട, സമയമില്ല. സ്തോത്രം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 6-ഉം 7-ഉം വാക്യങ്ങൾ. അമ്മ അറിഞ്ഞില്ല മകൻ മുടന്തനാണെന്ന്. ജന്മം കൊടുത്താൻ അപ്പൻ അറിഞ്ഞില്ല മകൻ മുടന്തനാണെന്ന്. 1-ാമത്തെ മാസവും 2-ാമത്തെ മാസവും 3-ാമത്തെ മാസവും 8-ാമത്തെ മാസവും 9-ാമത്തെ മാസവും ഒരു സ്കാനിങ്ങിലും തെളിഞ്ഞില്ല. ജനിക്കാൻ പോകുന്നത് ആലയത്തിൻ്റെ വെളിയിലിരുന്ന ഒരു തെരുവുതണ്ടിയെപ്പോലെ ഭിക്ഷക്കാരനെയാണ് പ്രസവിച്ചിടുന്നതെന്ന് അറിയാതെ പ്രസവിക്കുന്ന ഒരു മാതാവ്. ഗർഭത്തിനകത്ത് ഉരുവാകുന്ന കുഞ്ഞ് കൺസീവായി എന്ന് അറിഞ്ഞപ്പോൾ, ടെസ്റ്റ് പോസിറ്റീവാണെന്ന് അറിഞ്ഞപ്പോൾ, അകത്തൊരു കുഞ്ഞ് വളരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അമ്മയ്ക്കും അപ്പനും ഉണ്ടായ സന്തോഷം അത് ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. പക്ഷേ അവരറിയുന്നില്ല, ഗർഭത്തിനകത്ത് ഉരുവായിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞ് ആലയത്തിൻ്റെ വെളിയിൽ ഭിക്ഷാപാത്രമെടുത്ത് ഭിക്ഷ ചവിട്ടുന്നവനെയാണ്, ഭിക്ഷ എടുക്കുന്നവനെയാണ് ഉദരത്തിനകത്തുരുവായിക്കൊണ്ടിരിക്കുന്നതെന്ന് അമ്മ അറിയുന്നില്ല. ഒന്നുകൂടി പറയാം, ജനിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ച് ജനിച്ചു വീണ് കഴിഞ്ഞാൽ നടക്കത്തില്ല, ഇരിക്കത്തില്ല, സൈക്കിൾ ചവിട്ടത്തില്ല, മറ്റുള്ള പിള്ളേരെ പോലെ കളിക്കത്തില്ല, മറ്റുള്ള പിള്ളേരെ പോലെ ഓടാൻ പറ്റത്തില്ല. ഒരു മാംസ കഷ്ണത്തെയാണ് പ്രസവിക്കാൻ പോകുന്നതെന്ന് തിരിച്ചറിവില്ലാത്ത മാതാവ്, അറിയാത്ത മാതാവ്, അറിവില്ലായ്മയുടെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് അവൾ ചിന്തിക്കുന്നു, നല്ല കുഞ്ഞായിരിക്കും, ഉദരത്തിൽ ജനിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അവളുടെ ഡെലിവറി നടന്നു. ഡോക്ടർ വിധി എഴുതി വിളിച്ചു പറഞ്ഞു, നിന്റെ കുഞ്ഞ് നടക്കത്തില്ല, നിന്റെ കുഞ്ഞ് ഓടത്തില്ല, നിന്റെ കുഞ്ഞൊരു മാംസപിണ്ഡമാണ്. എവിടെയെങ്കിലും ആൾക്കാർ എടുത്തുകൊണ്ട് അവിടെ കൊണ്ടിരുത്തിയാൽ അവിടെ ഇരിക്കും, അവിടെ നിന്ന് ചുമന്ന് നിന്റെ വീട്ടിൽ വന്നാൽ വീട്ടിൽ വരും, സ്വന്തമായി നടക്കാൻ കഴിയത്തില്ല എന്നുള്ള ഞെട്ടലിൻ്റെ മുന്നിൽ ആ മാതാവ് ഇരിക്കുന്നൊരു സമയം കുഞ്ഞു വളർന്നു. 4 പേര് ചുമന്ന് ദൈവാലയത്തിനകത്ത് പാടി പ്രാർത്ഥിക്കേണ്ട ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ആലയത്തിൻ്റെ പടിവാതിൽ ചെരുപ്പിടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവനെ ഭിക്ഷാടനത്തിനകത്തിരുത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, ഞാനും നീയും അറിയാതെ വണ്ണം പിശാച് എവിടെയെങ്കിലും കാലുകളോ കൈകളോ പിടിച്ചു ഒടിച്ചു ഒതുക്കി തകർത്ത് ഉദരത്തിനകത്തുരുവാകുന്ന കുഞ്ഞിനെ ഹാർട്ട് പ്രോബ്ലം എന്നും അതും ഇതുമെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ തലമുറയെ നശിപ്പിക്കുന്ന ഇരുളിന്റെ ശക്തി ഇന്ന് ആശീർവാദം പറയുന്നതിനകത്ത് വെച്ച് തമ്പുരാൻ അവനെ വെട്ടി ദൂരെ കളയുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? നീ അറിയാതെ നിന്റെ തലമുറയുടെ അവകാശത്തെ ബന്ധിക്കുന്ന, നിന്റെ കുഞ്ഞിന്റെ ഭാവിയെ ബന്ധിക്കുന്ന അസ്ഥികളെ കെട്ടിയിരിക്കുന്ന കേട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ചുരുക്കി ഞാനങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അവസാനം യവനെ കൊണ്ടുവന്ന് എവിടെ ഇരുത്തി? ഭിക്ഷ എടുക്കേണ്ടതിന് ഭിക്ഷപാത്രം കയ്യിൽ കൊടുത്ത് യെരുശലേമിൻ്റെ സുന്ദരമെന്ന് പറയുന്ന ദേവാലയത്തിൻ്റെ പടിവാതിൽ കൊണ്ടുപോയി ഇരുത്തി. ആരാധനയ്ക്ക് വരുന്നവർ എന്തെങ്കിലും ഒന്നിട്ട് കൊടുക്കും, അകത്തോട്ട് അവരങ്ങ് പോകും. കാലങ്ങൾ മുന്നോട്ട് നീങ്ങി 2 അഭിഷിക്തന്മാർ നടന്നു വരുന്നു. പത്രോസ് യോഹന്നാനും അവൻ്റെ പാത്രത്തിൽ
പാത്രത്തിലോട്ടൊന്ന് നോക്കിയിട്ട് ചോദിച്ച ചോദ്യം, നിന്റെ പാത്രത്തിനകത്ത് ഇടാൻ ഞങ്ങളുടെ കയ്യിൽ വെള്ളിയും പൊന്നൊന്നുമില്ല. ഞങ്ങളുടെ കയ്യിൽ ഇനി ഞങ്ങളുടെ കയ്യിൽ വെള്ളിയും പൊന്നും ഉണ്ടെന്നിരിക്കട്ടെ, ഇത് നിന്റെ പാത്രത്തിനകത്തിട്ടാൽ നാളെയും നീ തെണ്ടും. പക്ഷേ നിന്റെ ജന്മത്തിൽ നിന്നെ ഭിക്ഷപാത്രം ഇടിപ്പിച്ച നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നിന്റെ കാലിനെ ഒടിച്ച് കളഞ്ഞ ബന്ധനത്തെ അഴിക്കാനുള്ള ഒരു അഭിഷേകം ഞങ്ങളിലുണ്ട്. നിനക്കത് വേണോ? യെസ്. രാത്രി ആത്മമണ്ഡലത്തിൽ എത്ര പേർ നിന്റെ കയ്യെ ഓടിച്ച, നിന്റെ കാലിനെ ഓടിച്ച, ഭിക്ഷപാത്രമെടുപ്പിച്ച പിശാചിന്റെ കുഴിമാടം. പ്രാർത്ഥിച്ചോ. പിശാചിന്റെ കുഴിമാടം ഉടരഘടകതന കഴിവില്ലാത്തത് കൊണ്ടല്ല, ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല, അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നിന്റെ ഞരമ്പിനെ കെട്ടി, നിന്റെ ബ്രെയിനിനെ കെട്ടി, നിന്റെ ബുദ്ധിയെ കെട്ടി, നിന്റെ ശരീരത്തെ ബന്ധിച്ച് പട്ടണത്തിൻ്റെ നടുവിൽ മാന്യനായി നിന്ന് ആയിരക്കണക്കിന് ഭിക്ഷക്കാർക്ക് പണം വാരി എറിയേണ്ട നിന്നെ 4 പേരുടെ നടുവിൽ 4 കവലയിൽ നിന്നെ ഭിക്ഷയെടുപ്പിച്ച ഇന്നലെയുടെ ഇന്നലെയുടെ ഇരുളിൻ്റെ അധികാരങ്ങൾ, ഇന്നലെയുടെ പൈശാചിക മണ്ഡലങ്ങൾ, ഇന്നലെയുടെ വെല്ലുവിളിയുടെ ശക്തികൾ ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരു പരിവർത്തനത്തിൻ്റെ വെളിപ്പാടിനാൽ നിന്റെ ആസ്തികൾക്ക് ബലം നൽകുന്ന, നിന്റെ ആസ്തികളെ ശക്തീകരിക്കുന്ന ദൈവപ്രവൃത്തിയുടെ മഹത്വമേറിയ വിടുതൽ ഇന്ന് രാത്രി ആ തിരിച്ചറിവിൻ്റെ മുന്നിൽ ഏറ്റെടുക്കുന്നവർ മിണ്ടാവിരുന്ന് കളയരുത്. അതിന്റെ കാരണം ഇവനകത്തൊരു വിടുതൽ മടക്കുകയാ. കടത്തിനകത്ത് കടം കയറ്റി കടക്കാരാൽ മക്കളെ വരെ പിടിച്ചുകൊണ്ടു പോകത്തക്ക വിധത്തിൽ, ഇരിപ്പിട ഭൂമി ഇളകിപ്പോകത്തക്ക വിധത്തിൽ, കട്ടപ്പെട്ട് വിറപ്പൊഴുക്കി അധ്വാനിച്ച നിന്റെ വീട് പോലും വിറ്റുപോകത്തക്ക വിധത്തിൽ, റേഷൻ കാർഡിൽ നിന്ന് വരെ നിന്റെ പേര് മാറ്റിക്കളയുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് മൃത്തമാടുന്ന ഇരുളിന്റെ കൈപ്പത്തികളെ, ഇരുളിന്റെ ശക്തികളെ ഇന്ന് രാത്രി അറസ്റ്റ് ചെയ്ത് നീക്കാൻ ആയിരക്കണക്കിന് ദൂതന്മാരുടെ പട ഇന്ന് രാത്രി യോഗത്തിനകത്ത് ഇറങ്ങി. ചുടരഘടകസിയ അവനോടൊരു ദൂത് പറയുകയാണ്, ഞങ്ങളുടെ കയ്യിലിടാൻ വെള്ളിയും പൊന്നുമില്ല, പക്ഷെ ഉണ്ടെങ്കിൽ തന്നെ നിന്റെ പാത്രത്തിൽ ഞങ്ങളിട്ടാൽ നാളെയും നീ തെണ്ടും. അതുകൊണ്ട് നിനക്ക് പൈസ വേണോ, അതോ ഇനി ഒരിക്കലും തെണ്ടാതെ വണ്ണം തെണ്ടുന്നവന് കൊടുക്കത്തക്ക വിധത്തിൽ, സാമ്പത്തിക ഉയർച്ച ലഭിക്കത്തക്ക വിധത്തിൽ തെണ്ടാൻ കാരണമായി തീർന്ന, ഭിക്ഷയെടുക്കാൻ കാരണമായി തീർന്ന നിന്റെ മുടന്തിൻ്റെ കെട്ടഴിക്കുന്ന അഭിഷേകം വേണോ, നിന്റെ പാത്രത്തിൽ പൈസ വേണോ? 2 ചോദ്യമാണ്. ഇന്ന് ആരൊക്കെ ഇതിന് ആൻസർ പറയും അവർക്കിന്ന് വിടുതൽ നടക്കും. പൈസ വേണ്ടവർക്ക് ഇന്ന് രാത്രി പൈസ തരും. അല്ല, എനിക്ക് പൈസ വേണ്ട, ഈ ഭിക്ഷപാത്രമെടുക്കാൻ കാരണമായി തീർന്ന മുടന്തിൻ്റെ കുഴിമാടം വെട്ടുന്ന കൃപ പ്രാപിച്ചോ. ഒരു മുടന്ത് കയറി വന്നാ മതി ഭിക്ഷപാത്രം എടുക്കാൻ. ഒരു കോടീശ്വരൻ ചിരട്ടയെടുക്കാൻ അധിക സമയമൊന്നും വേണ്ട. ഒരു കോടീശ്വരൻ ഭിക്ഷപാത്രം എടുക്കാൻ അധിക സമയമൊന്നും വേണ്ടെന്ന്. പക്ഷെ ഗ്യാരണ്ടി പറയാം, നീതിമാന്റെ സാന്തതിയുടെ ആസ്തിയെ ഓടിക്കാൻ ദൈവം അനുവദിക്കയില്ല. ഉടരമനധലഘടകസി ദൈവത്തെ ആരാധിക്കുന്ന നിന്റെ ആസ്തികളെ ബലപ്പെടുത്തുന്ന ഗ്ലോറി. 2 ചോദ്യമാണ് ഇന്ന് രാത്രി ചോദിക്കാൻ പോകുന്നത്. ദൈവം ചോദിക്കുന്ന 2 ചോദ്യം. നിന്റെ ഭിക്ഷപാത്രത്തിൽ പൈസ വേണോ, അതോ ഭിക്ഷപാത്രം എടുപ്പിച്ച മുടന്തിനെ അഴിക്കാനുള്ള കൃപ വേണോ?
2 ചോദ്യങ്ങളാണ് ഇന്ന് രാത്രി ദൈവാത്മാവ് ചോദിക്കുന്നത്. പൈസ വേണമെങ്കിൽ ഇന്ന് രാത്രി ഏതെങ്കിലും വഴിയിൽ ദൈവം നിനക്ക് പൈസ തന്നിരിക്കും. പക്ഷേ നാളെയും നീ ഓലത്താ കൈ നീട്ടും. പക്ഷേ ഇന്ന് രാത്രി മറിച്ച് എനിക്ക് വേണ്ടത് എൻ്റെ അമ്മയുടെ ഗർഭത്തിലെത്തി വെച്ച് എൻ്റെ ആസ്തിയെ ഒടിച്ചു കളഞ്ഞ ആ ബന്ധനം അഴിച്ചൊരു വിടുതലാണ് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ, നാളെ നിന്റെ കൈ നീട്ടുന്നത് ഭിക്ഷയ്ക്കല്ല, ഒരു കൂട്ടം ഭിക്ഷക്കാർക്ക് വാരിക്കൊടുക്കത്തക്ക വിധത്തിൽ ദൈവം നിന്റെ കെട്ടിനെ അങ്ങ് അഴിച്ച്. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഈ വിടുതൽ ഏറ്റെടുത്തോ? ദൂതാ പറയുന്നേ, രക്തത്താൽ ജയം ഉദയാ മനാധിയാരം. ഈ ഈ ഈ നന്ദിയുടെ സ്തോത്രം. ഇന്ത്യയിൽ ഒരുപാട് കോടീശ്വരന്മാര് പാപ്പരായിട്ടുണ്ട്, ഒരുപാട് കോടീശ്വരന്മാർ. ബൈജൂസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനമുണ്ടായിരുന്നു. പൊട്ടിത്തരിപ്പണമായി പോയി, പെട്ടെന്ന് വളർന്നു. ഒരു കോടീശ്വരൻ ഭിക്ഷപാത്രമെടുക്കാൻ വാക്കില്ലാതെ ഒരു മുടന്ത് കയറി വന്നാൽ മതി. വാക്കില്ലാതെ ഒരു മുടന്ത് ശരീരത്തിൽ വന്ന് കയറിയാൽ മതി എല്ലാം തീരാൻ. അങ്ങനെ എത്ര പേരെന്നറിയാമോ? ഇന്ത്യയിലെ കോടീശ്വരന്മാർ, ലോകത്തിലെ കോടീശ്വരൻ നിമിഷ നേരം കൊണ്ട് പൊട്ടിപ്പാളിഷായി മാറിയത്. അതുകൊണ്ട് തമ്പുരാൻ നിന്റെ ആസ്തിയെ ബലപ്പെടുത്തിയാൽ ആരുടെയും മുന്നിൽ കുനിയാതെ നിൽക്കാം. മിണ്ടുന്നില്ല. അപ്പൻ്റെ മുന്നിലും കുനിയണ്ട, അമ്മയുടെ മുന്നിലും കുനിയണ്ട, മരുമകളുടെ മുന്നിലും കുനിയണ്ട, മാമേൻ മരുമകൻ്റെ മുന്നിലും കുനിയണ്ട, ചെറുമക്കളുടെ മുന്നിലും കുനിയാതെ ഇന്നും നട്ടലോടുകൂടെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. തമ്പുരാൻ നിന്റെ ആസ്തിക്ക് ബലം നൽകിയാൽ നിന്റെ മരണം വരെ യെസ്, മരണം വരെ ഒരു മനുഷ്യൻ്റെ മുന്നിൽ ഒരു സുലൈമാനിക്ക് പൈസതാ, ഒരു ചായക്ക് പൈസതാ എന്ന് കൈ നീട്ടാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെ ഒരു അനോയിന്റിങ് ഇന്ന് രാത്രി ഇതിനകത്ത് ആരുടെ മേലൊക്കെയോ ഇന്ന് രാത്രി ഇറങ്ങി വരുന്നു. അത് തിരിച്ചറിയുന്നവർ പ്രാപിച്ചോ. ചുടാരബസിയ നിന്നെ ഭിക്ഷയെടുക്കാൻ ദൈവം അനുവദിക്കയില്ല. മക്കളുടെ മുന്നിൽ കൈ നീട്ടുന്നത് തെറ്റെന്നല്ല, പക്ഷേ അനുവദിക്കത്തില്ല. മരണം വരെ അങ്ങോട്ട് കൊടുക്കത്തക്ക വിധത്തിൽ ദൈവം തമ്പുരാൻ നിന്റെ ആസ്തികള്. കാലഘട്ടത്തിലുണ്ടായ ഒരു ഭയങ്കര ഭൂകമ്പമാണ്. വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നേക്ക് 15 വർഷങ്ങൾക്ക് മുമ്പ് ലത്തൂരിലുണ്ടായ, ഗുജറാത്തിൻ്റെ ഭാഗത്തിൽ ലത്തൂരിലുണ്ടായ ഭയങ്കരമായ ഭൂകമ്പം. ഈ ഭൂകമ്പം ഉണ്ടാകുന്നത് ഏകദേശം 4 മണി 3 മണി 4 മണിയോടടുത്താണ്. രാവിലെ 8-9 മണിയായപ്പോൾ കുറേ പാവങ്ങൾ ഒരു വലിയ കോടീശ്വരൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വന്ന് അന്നത്തിന് വേണ്ടി വല്ലതും തരണേന്ന് വിളിച്ചു. 2 പണ്ടാരം പിടിച്ച പട്ടികൾ, ഇതൊക്കെ പത്രത്തിൽ വന്ന കാര്യങ്ങളാണ്, അഴിച്ചു വിട്ടു. നിങ്ങൾ ജീവനം കൊണ്ടോടി. ഇവർ ജീവനം കൊണ്ടോടി. നിനക്കൊക്കെ അപ്പം വേണമല്ലേ എന്ന് പറഞ്ഞ് ഈ കോടീശ്വരൻ അവൻ്റെ വീട്ടിനകത്തവൻ തിന്നിട്ട് വാരിയെറിയുന്നത് വാരിയെടുത്ത് ജനലിലൂടെ എറിഞ്ഞാൽ ഒരു ചെറിയ കഷണം പോലും ഉറുമ്പിന് പോലും കൊടുക്കാതെ കഴിക്കാനുള്ള വിശപ്പുള്ള ഈ പാവങ്ങളുടെ മുന്നിലേക്ക് പട്ടിയെ അഴിച്ചു വിട്ടു. കുതിര പോലെയുള്ള പട്ടികളെ അഴിച്ചു വിട്ടു. ഇവർ ജീവനം കൊണ്ടോടി. അന്ന് 3 മണിക്ക് ലത്തൂരിൽ ഭൂചലനമുണ്ടായി, ഭൂകമ്പമുണ്ടായി. അവസാനം പിറ്റേ ദിവസം പലരും പല രാജ്യങ്ങളിൽ നിന്നും പലരും രക്ഷിക്കാൻ പട്ടാളവും അതും ഇതൊക്കെ ഇറങ്ങി ആഹാരങ്ങൾ കൊടുക്കുന്നു. പല രീതിയിൽ അതിന് ക്യൂ നിൽക്കുവാൻ വേണ്ടിയുള്ള ആഹ്വാനമുണ്ടായി. അങ്ങനെ ബ്രെഡ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സന്നാഹ ക്രമീകരണങ്ങൾ വന്നു. അങ്ങനെ ക്യൂവിൽ നിൽക്കുവാൻ വേണ്ടി ആൾക്കാരോട് പറഞ്ഞു, ജീവനോടെ ശേഷിച്ചവരൊക്കെ. അങ്ങനെ രാവിലെ 8-9 മണിക്ക് അന്നത്തിന് വേണ്ടി, വിശപ്പിന് വേണ്ടി കൈനീട്ടിയവരും പട്ടിയെ അഴിച്ചു വിട്ട ഈ കോടീശ്വരനും ഒരേ ക്യൂവിൽ നിന്ന് അപ്പത്തിന് വേണ്ടി കൈനീട്ടി.
ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ദൈവം നിന്നെ നിർത്തിയാലേ നിർത്താൻ പറ്റത്തുള്ളൂ. 10 കോടി ഉണ്ടെന്ന് പറഞ്ഞാൽ 10 സെക്കൻഡ് മതി. 10 സെക്കൻഡും വേണ്ട. കണ്ണടച്ച് തുറക്കുന്നതിനു മുമ്പ് ഇതെല്ലാം നിന്റെ കൈവിട്ടു പോകാൻ. നിന്റെ ആസ്തിയെ ബലപ്പെടുത്തിയാലുണ്ടല്ലോ, നിന്റെ മരണം വരെയും നിനക്കും നിന്റെ തലമുറയ്ക്കും ഈ ഭൂമിയിൽ നട്ടലോടെ നിൽക്കാൻ കഴിയും. അതുകൊണ്ട് 2 ചോദ്യം: ഭിക്ഷപാത്രത്തിൽ പൈസ വേണോ, അതോ നിന്നെ ഭിക്ഷയെടുപ്പിച്ച മുടന്തിൻ്റെ കെട്ടഴിക്കാനുള്ള അഭിഷേകം ഞങ്ങളിലുണ്ട്, നിനക്കെന്തോ വേണം? അവൻ ചിന്തിക്കാൻ തുടങ്ങി. അവൻ ചിന്തിച്ചു, ഇവർ പൈസ ഇട്ട നാളെയും ഞാൻ തീണ്ടും. പക്ഷേ എൻ്റെ അസ്ഥികളെ ഒന്ന് ബലപ്പെടുത്തിയാൽ, ഈ കെട്ടൊന്ന് അഴിഞ്ഞാൽ നാളെ ഞാൻ ഇവിടെ ഇരിക്കത്തില്ല. ഒരു വെളിപ്പാട് ആത്മാവിൽ പ്രാപിച്ചോ. ഇന്ന് രാത്രിയിൽ എനിക്ക് വേണ്ടത് പൈസയല്ല, എന്നെ ഭിക്ഷയെടുപ്പിച്ച ബന്ധനമാണ് അഴിയേണ്ടതെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ കുറിച്ചു വെച്ചോ. ഇനി ആ സ്ഥാനത്ത് നീ ഇരിക്കത്തില്ല. നീ ഫോട്ടോ എടുത്ത് വെച്ചോ, ആ സ്ഥലം ഇനി നീ ഇരിക്കത്തില്ല. ആ ഭിക്ഷപാത്രത്തിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചോ, നീ ഇനി അത് കാണത്തില്ല. ഇനി നീ ഭിക്ഷപാത്രം നീ കാണത്തില്ല, നീ അവിടെ ഇരിക്കത്തില്ല. നിന്നെ അവിടെ നിന്ന് ഇളക്കും. നിന്നെ അവിടെ നിന്ന് ദൈവം ഇളക്കി. ദൈവം ഉന്നതന്മാരോട് നടുവിൽ വചനത്തിൽ വായിക്കുന്നു, കുപ്പയിൽ നിന്ന് ഉയർത്തി സമ്പന്നന്മാരോടുകൂടെ. കുപ്പയിൽ നിന്ന് ഉയർത്തി, ചാരത്തിൽ നിന്ന് നിന്നെ ഉയർത്തി സമ്പന്നന്മാരോടുകൂടെ ഇരുത്തും. അങ്ങനെ അവൻ പറഞ്ഞു, എനിക്ക് വേണ്ടത് പൈസ വേണ്ട. അവൻ്റെ ബോഡി ലാംഗ്വേജിലൂടെ അവർ മനസ്സിലാക്കി, അവന് പൈസ വേണ്ട. എന്നെ നോക്കുന്നു പറഞ്ഞ് നോക്കിയപ്പോൾ തന്നെ കാര്യം മനസ്സിലായി, പൈസ വേണ്ട. പിന്നെ നിനക്ക് എന്നാ വേണം, പറ, നിനക്ക് എന്താ വേണ്ടത്? അവൻ്റെ ബോഡി ലാംഗ്വേജിൽ തന്നെ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, എനിക്ക് വേണ്ടത് എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് എൻ്റെ കൈകാലുകളെ ബന്ധിച്ച, അസ്ഥിയെ ബന്ധിച്ച ഒരു കെട്ടുണ്ട്, അതൊന്ന് അഴിച്ചു തരാമോ എന്ന്. അവൻ്റെ ബോഡി ലാംഗ്വേജ് നോക്കിയെന്നാ വായിക്കുന്നത്. ഒരാളെ നോട്ടം കാണുമ്പോൾ അറിയാം എന്തിനാ നോക്കിയെന്ന്. നിമിഷ നേരം കൊണ്ട് അവൻ്റെ കയ്യിലോട്ടൊരേറ്റ പിടുത്തം, 6 വിടുതൽ ഓൺ ദ സ്പോട്ടിൽ നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ അഭിഷേകമുള്ളവൻ്റെ കൈ ഇവൻ്റെ കയ്യിലോട്ടൊന്ന് പീഡിച്ചതും ദൈവശക്തി അവൻ്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് അമ്മയും അപ്പനും അറിയാതെ ബന്ധിച്ച ബന്ധനം അവൻ്റെ അപ്പനും അമ്മയും അറിയാതെ തന്നെ ദൈവം അഴിക്കാൻ തുടങ്ങി. നമ്പർ 1 അവൻ്റെ കാലുറച്ചു. നമ്പർ 2 അവൻ്റെ നരിയാണി ഉറച്ചു. നമ്പർ 3 അവൻ നടക്കാൻ തുടങ്ങി. നമ്പർ 4 അവൻ കുതിക്കാൻ തുടങ്ങി. നമ്പർ 5 അവൻ ദൈവത്തെ തുള്ളി ആരാധിക്കാൻ ചാടാൻ തുടങ്ങി. പിന്നെ അവൻ്റെ കാല് നിലത്ത് നിന്നില്ല, അവൻ എയറിൽ കടന്നു തുള്ളാൻ തുടങ്ങി. അവൻ്റെ കാലുറച്ചു കഴിഞ്ഞു. 5 അവനോട് തുള്ളാൻ തുടങ്ങി. 6 അവനെ ഭിക്ഷപാത്രം കൊടുത്ത് ഇരുത്തിയ സ്ഥാനത്ത് നിന്നും കൊണ്ട് ഒരു കുതിര ചാടുന്നത് പോലെ യെരൂശലേമിൻ്റെ ആലയത്തിനകത്ത് കയറി അവനകത്ത് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, ഇനി എൻ്റെ ഭിക്ഷപാത്രത്തിൽ പൈസ ഇടണ്ട. നിങ്ങളാരും ഇനി ഭിക്ഷപാത്രത്തിൽ പൈസ ഇടണ്ട. യെരൂശലേമിൻ്റെ പള്ളിക്കകത്ത് സുന്ദരമെന്ന ദൈവാലയത്തിൻ്റെ പള്ളിക്കകത്തിരിക്കുന്നവർ അന്തം വിട്ടു നോക്കി, ഇതാരടാ? ഞങ്ങൾ സ്വോത്രക്കാഴ്ചയിടാൻ കൊണ്ടുവന്ന പൈസ അവൻ്റെ ഭിക്ഷപാത്രത്തിൽ ഇട്ട് കൊടുത്ത മുടന്തനല്ലേ എന്ന് പള്ളിക്കകത്തിരുന്നവർ പറയുമ്പോൾ അവൻ പറഞ്ഞു, ഇനി നിങ്ങളുടെ ഭിക്ഷ വേണ്ട. സ്വോത്രം പറ. ഇനി നീ കടം വാങ്ങിക്കേണ്ടി വരില്ലെന്നേ. ഇനി നീ കടം വാങ്ങിക്കേണ്ടി വരില്ല. ഇനി നീ കടം വാങ്ങിക്കേണ്ടി വരില്ല. ഇനി നീ ആരുടെയും മുന്നിൽ കൈ നീട്ടാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. ഉടരഹദരകടകൾ 10 പൈസ തരാമോ, പലിശയ്ക്ക് പൈസ തരാമോ, കടം ചോദിച്ച് നിന്നെ നടത്തുവാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. തൊടേണ്ട സ്ഥലത്ത് തൊടുകയാണ്. ഇന്ന് ചില വിടുതലുകൾ, 6 വിടുതലുകൾ
ഒന്ന് നിന്റെ കാലൊന്നുറയ്ക്കും. ഗർഭത്തിൽ ഉറയ്ക്കാത്തത് ഭൂമിയിൽ ഉറയ്ക്കും. ഗർഭപാത്രത്തിൽ ഉറയ്ക്കാത്തത് ഇന്ന് രാത്രി നിന്റെ പഞ്ചായത്തിൽ നിന്റെ കാലിനെ ഉറപ്പിക്കും. നിന്റെ താലൂക്കിൽ ദൈവം നിന്റെ കാലിനെ ഉറപ്പിക്കും. നിന്നെ നിന്നാപാത്രമാക്കി 4 പേരുടെ മടികൾ നാറ്റം വരുത്തിയവന്റെ മുന്നിൽ നിന്റെ കാലിനെ ദൈവം തമ്പുരാൻ ഇന്ന് രാത്രി ഉറപ്പിക്കും. നിന്റെ നരിയാണിയെ ഉറപ്പിക്കും. ഇന്ന് രാത്രിയിൽ നിന്റെ വിഷയത്തിന്റെ വടിവിൽ ഇന്ന് രാത്രി നീ നടക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി നീ കുതിക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി 2 കാലും പറഞ്ഞു നീ ആരാധിക്കും. ഓ ഈ കോളേജിനകത്ത് ഇന്ന് രാത്രിയിൽ നീ കൈയടിക്കുക മാത്രമല്ല, കാലൂന്നി നൃത്തം ചെയ്യും. ദാവീദിനെ പോലെ കുതിച്ച് നൃത്തം ചെയ്യത്തക്ക വിധത്തിൽ ഒരു ഭയങ്കര അഭിഷേകം ഇതിനകത്ത് ചലിക്കുന്നവ ഞാൻ ആത്മാവിൽ കാണുന്നു. പ്രാർത്ഥിച്ചെടുത്തോ. താങ്ങാൻ കഴിയാത്തൊരു ദൈവകൃപ ഇന്ന് രാത്രി ഇവനകത്ത് ചലിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഒരു പുത്തൻ ദൈവകൃപയുടെ അധികാരം. ജയം. ഇനി നീ പള്ളിയുടെ പുറത്തല്ല, ഇനി നീ പള്ളിക്കകത്താ. ഇനി നീ ചർച്ചിന്റെ പുറത്തല്ല, ഇനി നീ ചർച്ചിന്റെ അകത്താ. ഇനി നീ ചർച്ചിന്റെ പുറത്തല്ല, ഇനി നീ ചർച്ചിന്റെ അകത്തിരുന്ന് ആരാധിക്കും. ഇനി നീ ചർച്ചിന്റെ വെളിയിൽ നീ ഭിക്ഷ എടുക്കയില്ല. ഇനി നീ ആലയത്തിനകത്തിരുന്ന് നീ ദൈവത്തെ ആരാധിക്കും. നിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഭിക്ഷപാത്രമില്ലേ, ഇന്ന് രാത്രി നീ വലിച്ചേറിയും. നിന്നെ കൊണ്ടിരുത്തിയവന്റെ മുന്നിൽ ഇന്ന് രാത്രി ദൈവം നിന്നെ മാനിക്കും. നിന്റെ ആസ്തികളെ ബലപ്പെടുത്തുന്ന, നിന്റെ ജീവിതത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കുന്ന, നിന്റെ ശാപത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കുന്ന ഒരു ജയത്തിന്റെ ശക്തി ഇന്ന് രാത്രി വാങ്ങിക്കാനല്ല, നിന്നെ കൊടുക്കുന്നവനാക്കി തീർക്കും. കുറിച്ച് വെച്ചോ. വാങ്ങിക്കുന്നവനായിട്ടല്ല. അതുവരെ സ്വോത്ര കാഴ്ച ഇടാത്തവൻ ഇപ്പോൾ ഇത് പള്ളിക്കകത്ത് സുന്ദരമെന്ന് പറയുന്ന ദൈവാലയത്തിനകത്ത് അവൻ സ്തോത്ര കാഴ്ച കൊണ്ടുപോയിടുകയാണ്. അസ്ഥികളെ ബലപ്പെടുത്തുന്ന ദൈവം. ഹല്ലേലൂയ. അസ്ഥി ബലപ്പെടുമ്പോൾ 6 കാര്യം നടക്കും. 1 കാലുറയ്ക്കും. 2 നരിയാണി ഉറയ്ക്കും. 3 നടക്കും. 4 കുതിക്കും. 5 തുള്ളും കിടന്ന് നീ. അതുവരെ നീ ഓടിയിട്ടില്ലല്ലോ, നടന്നിട്ടില്ലല്ലോ. ഇനി ദാവീദ് കുതിച്ച് നൃത്തം ചെയ്തതുപോലെ നീ കുതിച്ച് നൃത്തം ചെയ്യും. 6 ദൈവാലയത്തിനകത്ത് കയറി ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് നീ വിളിച്ചു പറയും, ഇന്നലെ ഞാൻ ഇന്ന് രാവിലെ വരെ ഞാൻ വെളിയിൽ ഭിക്ഷക്കാരനായിരുന്നു. ഇന്ന് ഞാൻ ഭിക്ഷക്കാരനല്ല, ഞാൻ ഇന്ന് കൊടുക്കുന്നവനാണ്. കുറിച്ചു വെച്ചോ. ഫിനാൻഷ്യൽ കെട്ടുകൾ രാത്രി അഴിയുന്നു. സ്തോത്രം പറഞ്ഞ് ആരാധിച്ചോ. യെസ്, ഫിനാൻഷ്യൽ കെട്ടുകൾ പൊട്ടുന്നു. ഫിനാൻഷ്യൽ മണ്ഡലത്തിൽ ഒരു വലിയ ബാക്ക് ത്രൂ ഇന്ന് രാത്രി വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഫിനാൻഷ്യൽ മണ്ഡലത്തിൽ അഴിയേണ്ടത് അഴിഞ്ഞാൽ വരേണ്ടത് വരും. അഴിയേണ്ടത് അഴിഞ്ഞാൽ വരേണ്ടത് വരും. തകരേണ്ടത് തകർന്നാൽ മാറേണ്ടത് മാറും. ഇന്ന് രാത്രി നിന്റെ കാലിന് ദൈവം ഉറപ്പിക്കുകയാണ്. ദൈവാത്മാവ് ഈ മിനിസ്ട്രിക്ക് വേണ്ടി ചില ഫിനാൻഷ്യൽ വാതിലുകൾ ദൈവം തുറക്കാൻ പോകുകയാണ്. സ്വന്തമായ ചർച്ചും അതിൻ്റെ ക്രമീകരണങ്ങളുമായി ദൈവത്തെ ആരാധിക്കത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി 24 ഈ ചർച്ചിനു വേണ്ടി ഇറങ്ങി വന്ന് ദൈവം ചെയ്യും. അനവധി മിനിസ്ട്രികൾ ഈ പ്രസ്ഥാനത്തിലൂടെ ചെയ്യത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ അദൃശ്യമായ കരം ഇതിനകത്ത് ചലിക്കുന്നത് ആത്മമണ്ഡലത്തിൽ ഇന്ന് രാത്രി ഞാൻ കാണുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇനി എത്രാമത്തതാണ്? 4-മത്തതാണ്. നിന്നെ നനവുള്ള തോട്ടം പോലെ നിന്നെയും നിന്റെ ഭാര്യയെയും
നിന്റെ ഭർത്താവിനെയും നിന്റെ മക്കളെയും നിന്റെ തൊഴുത്തിലെ കിടാങ്ങളെയും കോഴികളെയും എന്തൊക്കെ ഉണ്ടോ അതിനെയെല്ലാം നനവുള്ള തോട്ടം പോലെ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം. അത് പറഞ്ഞപ്പോൾ എന്നാ നിങ്ങൾക്കൊരു വിഷമം പോലെ? ഇന്ന് രാത്രി ഒരുപാട് വീടുകൾ കരിഞ്ഞു വാടി കിടക്കുമ്പോൾ ആ ദേശത്തിൻ്റെ നടുവിൽ നനവുള്ള തോട്ടം പോലെ, നനവുള്ള തോട്ടം. അതെന്നെ ഉപദേശി നനവുള്ള തോട്ടം എന്ന് പറഞ്ഞാൽ സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 1-ാം സങ്കീർത്തനം, ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം വായിക്കുന്നതും ഇല വാടാത്ത വൃക്ഷം. ഇല വാടത്തില്ല. എത്ര സൂര്യൻ്റെ ചൂടടിച്ചാലും ഇതിൻ്റെ ഇല വാടത്തില്ല. എന്തൊക്കെ വെല്ലുവിളി വന്നാലും വെല്ലുവിളിച്ചവൻ വാടിപ്പോകും, പക്ഷേ ഇത് വാടത്തില്ല. കാരണം ഇത് നട്ടിരിക്കുന്നത് അവിടെ നിന്നറിയാമോ? ആറ്റിൻ്റെ കരയിലാണ് നട്ടിരിക്കുന്നത്. അഭിഷേകത്തിൻ്റെ കരയിലാണ് ഇതിനെ നട്ടിരിക്കുന്നത്. അഭിഷേകമുള്ളവൻ വാടത്തില്ല, പാടത്തില്ല. മാസം തോറും പുതിയ പുതിയ ഫലങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കും. അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നവർ ഓർത്തോളണം, നീ വാടത്തില്ല. നിന്റെ ശരീരത്തിനകത്ത് വ്യാപരിക്കുന്നത് പുഴുത്തവൻ്റെ ആത്മാവല്ല, ഊടിയേർത്തെഴുന്നേറ്റവൻ്റെ ആത്മാവാണ്. നിന്റെ ബോഡിക്കകത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പുഴുത്തു ചാത്തിരിക്കുന്നവൻ്റെ ആത്മാവല്ല, യേശുവിൻ്റെ നാമത്തിൽ ജീവിക്കുന്നവൻ്റെ ആത്മാവ്. എത്ര പേർ വിശ്വസിക്കുന്നു? നീ നനവുള്ള തോട്ടം പോലെ, നനവുള്ള തോട്ടം പോലെ, നനവുള്ള തോട്ടം പോലെ. കരങ്ങൾ ഉയർത്തിയ ദൈവത്തെ സ്തുതിക്കാം. അടുത്ത ദൂതിലേക്ക് വരാം, 5-ാമത്തെ ദൂതിലേക്ക് വരും. ഇവിടൊക്കെ വ്യാഖ്യാനിക്കണമെന്നുണ്ട്, പക്ഷേ ഇന്ന് രാത്രി സമയം നമ്മളെ അനുവദിക്കുന്നില്ല. 5-ാമത്തെ ദൂത് വറ്റിപ്പോകാത്ത ഒരു നീരുറവയായി ദൈവം നിന്നെയും നിൻ്റെ മക്കളെയും അനുഗ്രഹിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ, ഇത് എൻ്റേതാന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ എത്ര പേരുണ്ട്? സ്തോത്രം. ഒന്നുകൂടി ഞാൻ ആ ദൂത് വിളിച്ചു പറയുന്നു, ക്യാച്ച് പോലെ പിടിച്ചെടുത്തോ. ഓഹോ ആമേൻ. നിന്നെയും നിന്റെ തലമുറകളും വറ്റിപ്പോകാത്ത നീരുറവ പോലെ എന്ന് പറഞ്ഞാൽ വറ്റത്തില്ല, അഥവാ എന്നാൽ നശിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നീയും നിന്റെ പിള്ളാരും നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. വറ്റിപ്പോകാത്ത നീരുറവ പോലെ. ഞാൻ ആ ദൂത് ആത്മാവിൽ ഞാൻ പ്രസംഗിക്കുന്നെങ്കിലും ആ ദൂത് ഞാൻ ആത്മാവിൽ ഏറ്റെടുക്കുന്നു. യെസ്, അതുകൊണ്ട് ദൈവം പറഞ്ഞത്, ധൈര്യമുണ്ടെങ്കിൽ ഇസ്രായേലിനെ ആഭിചാരം ചെയ്യടാ. ആർക്കടാ ഇവിടെ ധൈര്യമുള്ളത്? തൻ്റെ ഇടമുള്ളവർ, നട്ടലുള്ളവൻ ആഭിചാരം ചെയ്യടാ. ഇസ്രായേലിന് ഫലിക്കത്തില്ല. കാരണം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് ഞാൻ അവരുടെ നടുവിലുണ്ട്. അവർക്ക് ആഭിചാരം ഫലിക്കത്തില്ല, ശുദ്രം ഫലിക്കത്തില്ല. ഫലിച്ചിരുന്നെങ്കിൽ ഈ മിനിസ്ട്രി ഇന്ന് ഓലത്താനിയിൽ കാണില്ല. ഫലിച്ചിരുന്നെങ്കിൽ 10 വർഷത്തിൻ്റെ പൂർത്തീകരണം ഇവിടെ നടക്കത്തില്ല. ഫലിച്ചിരുന്നെങ്കിൽ അന്ന് ആ ഒറ്റയ്ക്ക് 22 പേര് മാറി നിന്ന സ്ഥാനത്ത് അന്ന് ഫലിച്ചിരുന്നെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ വിളിയൊന്നുമില്ലെന്ന് പറഞ്ഞ് ഓടി ഒളിച്ചേനെ. ധൈര്യത്തോട് ഇന്ന് നിൽക്കുവാൻ കാരണം ആമേൻ, നിന്നെ വറ്റിപ്പോകാത്ത നീരുറവയാക്കി നിന്നെയും നിന്റെ പിള്ളാരെയും ദൈവം നിർത്തിയിരിക്കുക. യേശു ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവ് വരെ ഈ സഭയിലെ ദൈവദാസനും കുടുംബങ്ങളും കുറിച്ചു വെച്ചോ, ഇത് വളരുകയല്ലാതെ ഇത് കരിയാൻ ദൈവം അനുവദിക്കയില്ല. ഓ ആ ദൂത് ഒന്നുകൂടി ഞാൻ പറയുന്നു, ദൂത് ഒന്നുകൂടി പറയുന്നു, ഇത് വളരുകയല്ലാതെ ഇത് കരിയത്തില്ല, കരിയത്തില്ല. ഇത് വളരുകയല്ലാതെ ഇതിനി കരിയാൻ ദൈവം അനുവദിക്കത്തില്ല. മടുന്നവനും നനയ്ക്കുന്നവന് ഏതുമില്ല. വളരുമാറാക്കുന്നൊരു ദൈവകൃപ ഇന്ന് രാത്രിവിനകത്ത് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ആത്മമണ്ഡലത്തിൽ ആരാധിച്ച് കയറിക്കോ. ഒരു ഭയങ്കര ദൈവകൃപ ഇന്ന് രാത്രിവിനകത്ത്
ചലിച്ചു കഴിഞ്ഞു. താങ്ങാൻ കഴിയാത്തൊരു ആത്മമണ്ഡലത്തിന്റെ തിരുസാന്നിധ്യം ഇവനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇത് വളരും, അതിൻ്റെ ലക്ഷണമാ പറഞ്ഞത്. ഇന്ന് പകലിൽ നിർത്തുവാൻ കഴിയാത്ത വിധത്തിലുള്ള പുതിയ അന്യഭാഷകളാൽ പരിശുദ്ധാത്മാവിനാൽ ഇന്നത്തെ സഭാരാധനയിൽ ദൈവജനം ആരാധിച്ചവനെ കുറിച്ച് കർത്തൃദാസൻ പറഞ്ഞതിൻ്റെ കാര്യം തളരുകയല്ല, വളരുകയാണ്. വളരുകയാണ്. പറ, വളരുകയാണ്. പറ, വളരുകയാണ്. പിശാചു പറയും തളരുകയാണ്. നോ നോ, നീ തളരുകയല്ല, നീ വളരുകയാണ്. അതുകൊണ്ടാണ് ജോസഫിനെ കുറിച്ചൊരു ദൂത് പുസ്തകത്തിൽ, വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ ഫലപ്രദമായ മുന്തിരിവള്ളി. ജോസഫ് ഫലപ്രദമായ മുന്തിരിവള്ളി. അത് മതിലിൻ്റെ മുകളിൽ പടരുന്നു. മതിലിൻ്റെ മുകളിൽ പടരുന്നു എന്ന് പറഞ്ഞാൽ ആമേൻ, ജോസഫ് വളരാതിരിക്കാൻ, ജോസഫ് രാജാവാകാതിരിപ്പാൻ, ജോസഫ് മന്ത്രിയാകാതിരിപ്പാൻ, ജോസഫിന് കിട്ടിയ 17ാമത്തെ വയസ്സിലെ ദൂത് ജോസഫിൽ നിറവേറാതിരിപ്പാൻ അവൻ്റെ സഹോദരന്മാരും എല്ലാവരും കൂടെ ചേർന്ന്, പോത്തിഫറിൻ്റെ ഭാര്യ ഉൾപ്പെടെ ചേർന്ന് പണിതെടുത്ത മതിലിൻ്റെ മുകളിലൂടെ ജോസഫ് പടർന്ന് കയറി. മനസ്സിലായില്ല? നീ പടരാതിരിക്കുവാൻ, വളരാതിരിക്കുവാൻ കെട്ടിയ മതിലിൽ പിടിച്ചു തന്നെയാ ജോസഫ് വളർന്നു കയറിയത്. യേശുവിൻ്റെ നാമത്തിൽ അത് വിശ്വസിക്കുന്നവർ രണ്ട് കൈവാടിച്ച് ദൈവത്തെ ഇന്ന് രാത്രി സ്തുതിക്കണം. കാരണം ഇതിനകത്തൊരു ആത്മമണ്ഡലം ചലിക്കുകയാണ്. ഊടാബാല വൈഡാബാല ധീരാജാല വൈഡാബാല അന്തല വെട്ടി മട്ടമരത്തി വെട്ടിമരത്തി മർത്തലവി വൈഡവരക്ഷ വേദി ഇന്ന് രാത്രി ദൂത് കൈമാറുന്നു. ഏറ്റെടുത്തോ. നീ വളരാതിരിക്കാൻ കെട്ടിയ മതിലിൻ്റെ ഭിത്തിയിലൂടെ ആയിരിക്കും നീ പിടിച്ച് വളരുന്നത്. നീ പിടിച്ച് വളരുന്നത്. നീ പൊങ്ങാതിരിക്കാൻ, നിന്റെ പിള്ളേർ പൊങ്ങാതിരിക്കാൻ, നിന്റെ കല്യാണം നടക്കാതിരിക്കാൻ, നിന്റെ വീട് പണിയെ ബന്ധിച്ചത്, നീ ജോലി ചെയ്യാതിരിക്കാൻ, നിന്റെ ശരീരത്തെ ബന്ധിച്ച മതിൽ കല്ലി പിടിച്ചുകൊണ്ട് വാമേർ വേരിറങ്ങി ഇന്ന് രാത്രിയിൽ ജോസഫ് വളർന്ന് മതിലിന്റെ മുകളിൽ പടരുമെന്നാ പറഞ്ഞ്. മതിലിന്റെ കീഴേ അല്ല, മതിലിന്റെ മുകളിൽ നീ പടർന്നു കയറും. ആരാധിച്ചു കയറിക്കൂ. മതിലിന്റെ മുകളിൽ നീ പടർന്നു കയറും. ഇന്ന് നീ പടർന്നു കയറും. ഇന്ന് മതിലിന്റെ മുകളിൽ ഓ ആഭിചാരത്തിന്റെ മുകളിൽ, ശുദ്രങ്ങളുടെ മുന്നിൽ, വെല്ലുവിളികളുടെ മുന്നിൽ, രക്ഷപ്പെടത്തില്ലെന്ന് വിധി എഴുതിയ വിധിരേഖകളുടെ നടുവിലൂടെ ദൈവം തമ്പുരാൻ നിന്നെ പടർത്താൻ പോകുന്നു. ഉടയാ മതിൽ അവിടെ കിടക്കും. 12 അടിയുടെ മതില്, 15 അടിയുടെ മതിലിന്റെ മുകളിൽ നിന്റെ തല ഉയർന്നു നിൽക്കും. നിന്റെ തല ഉയർന്നു നിൽക്കും. വിശ്വസിക്കുന്നവർ ആരാധിച്ച് കയറിക്കൂ. നിന്റെ തലയില്ലേ ഉടയാ മനാധരാധിയ നീ രക്ഷപ്പെടത്തില്ലെന്ന് വിധി എഴുതിയ വിധി കളങ്ങളുടെ കളത്തിനകത്ത് കളയായിട്ടല്ല, ഒരു നെൽക്കതിരായിട്ട് ഉടമതൽ അവരുടെ കറ്റകൾ നിന്റെ കറ്റയെ വണങ്ങത്തക്ക വിധത്തിൽ മതിലിന്റെ മുകളിൽ പടരുന്ന ഒരു ഭയങ്കര പടർച്ച, ഒരു ആത്മമണ്ഡലത്തിന്റെ പകർച്ച, ഒരു ആത്മസാന്നിധ്യത്തിന്റെ പകർച്ച, ഒരു ദൈവകൃപയുടെ പകർച്ച ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. 5ാമത്തെ ദൂതിലേക്ക് വരാം. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. ഉറക്കെ ഒരു വലിയ പറയാ. ഓലത്താന്നിയിൽ മിടുക്കന്മാരില്ലാത്തത് കൊണ്ടല്ല,
പാസ്റ്റർ ബിജുവിനേക്കാൾ തൻ്റെടികളായ തൻ്റെ ഇടമുള്ള ചെറുപ്പക്കാന്മാരിവിടെയുണ്ട്. പക്ഷേ അവരാരെയും തിരഞ്ഞെടുക്കാതെ ഇന്ന് രാത്രിയിൽ നിന്നെ തിരഞ്ഞെടുത്തത് എന്തിനെന്നറിയാമോ? ഓലത്താനി പട്ടണത്തിൽ ശൂന്യമായി കിടക്കുന്ന ചിലതിനെ പണിതെടുക്കുവാൻ വേണ്ടി പിശാചി എംഡിയാക്കിയ, ശൂന്യമാക്കിയ, നശിപ്പിച്ചു കളഞ്ഞ ചില വ്യക്തികളുടെ കേട്ടുകളെ അഴിച്ച് ചിലതിനെ പണിതെടുക്കാനാ ദൈവം നിന്നെ ഇന്ന് രാത്രിയിൽ അഭിഷേകം ചെയ്ത് ഭയങ്കര ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നു. ഏറ്റെടുത്ത് ആരാധിച്ച് വിശ്വസിക്കുന്നവരെ ഓർത്ത് അടുത്ത് തലമുറ 7 വാഗ്ദത്തം. 7ാമത്തെ വാഗ്ദത്തം, തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നിന്റെ തലമുറ കെട്ടിപ്പൊക്കും. പാസ്റ്റർ ബിജു ഓർത്തോളണം, ആരോ അടിസ്ഥാനമിട്ടിട്ട് പണിയാൻ പറഞ്ഞില്ലേ? ഇവിടെ യോഗം നടത്തിയവർ 6 മാസം അതിനകത്ത് വെച്ച് ഇവിടെ ആരും നടത്തിയിട്ടില്ല. പലരും പൊളിച്ചു കെട്ടിപ്പോയി. അവർ അടിസ്ഥാനമിട്ടിട്ട് പണിയാതെ പോയതിന് പണിതെടുക്കേണ്ടതിന് ദൈവം പാസ്റ്റർ ബിജുവിൻ്റെ മേൽ ഒരു അനോയിന്റിങ് അഭിഷേകം പ്രാപിച്ചവർക്കത് വായൊക്കെ തുറന്നൊക്കെ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് കയ്യൊക്കെ ഒന്ന് കൂട്ടി അടിച്ച യെസ് എന്താണാവൂ ഈ അടിസ്ഥാനമെന്ന് പറയുന്നത്? ആമേൻ. ആത്മമണ്ഡലത്തിൽ ഒരു വെളിപ്പാടിനെ കാണിക്കുന്നത് 2024 എന്ന് പറയുന്നൊരു വർഷം നിങ്ങൾക്കും എനിക്കും തന്നാൽ ഈ ചർച്ചിനോടൊരു വെളിപ്പാട് പറയാം. ജനം ഇടിച്ചു കയറുന്ന നിലയിൽ സഭയുടെ അന്തരീക്ഷം മാറാൻ പോവുകയാണ്. ബിജു പാസ്റ്റർ കൈവച്ചാൽ മതി, രോഗികൾ സൗഖ്യമാകും. ഇപ്പോഴും അതുണ്ട്. മക്കളില്ലാത്ത 100 കണക്കിന് വ്യക്തികൾ, 100 കണക്കിന് ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം. അമേരിക്കയിലെ അസൂസ തെരുവീഥികളിലാണ് അഭിഷേകം 1-ാം നൂറ്റാണ്ടിന് ശേഷം ആഞ്ഞടിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞതിന് ശേഷം 19 വയസ്സുള്ള ആഗ്നസ് ഓസ്മാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടേതായ ശരീരത്തിലേക്ക് പ്രഗമസ് എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ്റെ ബൈബിൾ കോളേജിൽ ഈ പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്യഭാഷ ഈ പെൺകുട്ടിയിലേക്ക് വ്യാപരിക്കുന്നത്. അവളിൽ നിന്ന് അവളുടെ ശരീരം തട്ടിയ പലരിലേക്കും കാട് തീ പിടിക്കുന്നത് പോലെ തീ പിടിച്ചു. ആ ഉണർവ് അമേരിക്കയിലെ തെരുവീഥികളിലേക്ക് ഉണർവ് ഇറങ്ങാൻ തുടങ്ങി. അസൂസ തെരുവീഥികളിൽ ഉണർവ് വ്യാപരിച്ചു. കൂട്ടമായി ജനം അഭിഷേകം പ്രാപിച്ചു. ജനം അത്ഭുതങ്ങൾ അടയാളങ്ങളും കാണാൻ തുടങ്ങി. കൂട്ടമായ ജനം, പാപികൾ സിനിമ തിയേറ്ററിനകത്ത് കിടന്ന് വിളിച്ചു, അയ്യോ ഞങ്ങൾ പാപികളാണ്. അവരിരുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ തീ ഇറങ്ങി. അങ്ങനെ ആത്മമണ്ഡലത്തിൻ്റെ തീ അസൂസ തെരുവീഥികളിലൂടെ അമേരിക്കൻ്റെ മണ്ണിലൂടെ തീയാളിക്കത്തിയ തീ ഇന്ത്യയിലേക്കത് പടർന്നു. പൂനെയിലുള്ള പണ്ഡിത രമാഭായി എന്ന് പറയുന്ന ആ സഹോദരി നടത്തിക്കൊണ്ടിരിക്കുന്ന മുക്തി മിഷനിലേക്ക്, അനാഥശാലയിലേക്ക് ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി വന്നിറങ്ങി. ദൈവത്തിൻ്റെ തീപിടുത്തം പൂനെയിലെ മുക്തി മിഷനിൽ പണ്ഡിത രമാഭായിയുടെ അനാഥശാലയ്ക്കകത്തിറങ്ങിയ തീയുടെ വ്യാപാരത്തിൻ്റെ കനൽ കട്ടകൾ കാറ്റിനാൽ അടിച്ച് കാഞ്ഞിരംകുളം മെനശാബുദീശയുടെ പ്രാർത്ഥന പുരയ്ക്കകത്ത് വന്നിറങ്ങി. ആ ദൈവശക്തിയുടെ വ്യാപാരം കേരളക്കരയിൽ ഒന്നമാനം ആളിക്കത്താൻ തുടങ്ങി. ഇത് ആത്മാവിൽ കണ്ടുകൊണ്ടെന്നത്ത് വരിയാപുരം യോനാച്ചൻ എന്ന് പറയുന്ന ശക്തനായ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഇന്ത്യയിൽ ഉണർവ് വരുന്നത് വടക്ക് നിന്നല്ല വരുന്നത്, തെക്കിൽ നിന്ന് തീ വരുന്നു.
അടിസ്ഥാനങ്ങളെ പണിതെടുക്കുന്ന ദൈവകൃപ. യേശുവിന്റെ രക്തത്താൽ ജയം. അങ്ങനെയെങ്കിൽ ഒരു വെളിപ്പാട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ. ഓലത്താന്നി എന്ന് കാഞ്ഞിരംകുളത്തെത്തുവാൻ എനിക്ക് തോന്നുന്നു 5-6 കിലോമീറ്റർ ദൂരമേ ഉള്ളെങ്കിൽ ഇന്ന് രാത്രി പിതാക്കന്മാർ അടിസ്ഥാനമിട്ടവരെ പണിതെടുക്കാൻ ആ ഒരു ആത്മമണ്ഡലത്തിലെ കനൽക്കട്ടയുടെ തീ, ഓ മനശാബുദേശയുടെ പ്രാർത്ഥന പുരയ്ക്കകത്തിറങ്ങിയ ഉണർവിന്റെ ജ്വാല, ഓ ഹെവൻലി ചർച്ചിനകത്തേക്ക് ഇന്ന് രാത്രി ഒരു ഉണർവിന്റെ കൊടുങ്കാറ്റ്. ഗ്ലോറി 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 പ്രാപിച്ചോ പ്രാപിച്ചോ പ്രാപിച്ചോ. താങ്ങാൻ കഴിയാത്തൊരാത്മമണ്ഡലം ഇവനകത്ത് ചലിച്ചു കഴിഞ്ഞു. താങ്ങാൻ കഴിയാത്തൊരു ദൈവകൃപയുടെ വ്യാപാരം ഇവനകത്ത് ചലിച്ചു കഴിഞ്ഞു. താങ്ങാൻ കഴിയാത്തൊരു അഭിഷേകം, താങ്ങാൻ കഴിയാത്തൊരു ദൈവകൃപയുടെ വ്യാപാരം. ഓ ദൂരം പാലം ധാരവരക്ഷസി ഇന്ന് രാത്രി നിന്റെ ഉദരത്തിനകത്ത് കിടക്കുന്ന തലമുറയെ കൊണ്ട് അടിസ്ഥാനങ്ങളെ പണിതെടുപ്പിക്കും. അടിസ്ഥാനങ്ങളെ പണിതെടുപ്പിക്കും. ദേ ഒന്നും അറിയാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കാലഘട്ടത്തിൽ ദൈവം അടിസ്ഥാനമിട്ടതിന്, പിതാക്കന്മാരുടെ കാലത്ത് അടിസ്ഥാനമിട്ടത്, മഴയും കൊണ്ട് വെയിലും കൊണ്ട് തുരുമ്പെടുത്ത് കിടക്കുന്ന, മഞ്ഞും കൊണ്ട് തുരുമ്പെടുത്ത് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ അവന്റെ തലമുറകളെ കെട്ടിപ്പൊക്കുമെന്ന് ആത്മമണ്ഡലത്തിൽ ദൂത് പറഞ്ഞാൽ അവന്റെ കുഞ്ഞുങ്ങളോടാ. ഒരുപക്ഷെ നീ പ്രസവിച്ച് കാണില്ല, നിന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ മേലാണ് ഈ ദൂത് വന്ന് വീഴുന്നത്. പിതാക്കന്മാർ അടിസ്ഥാനമിട്ടിരിക്കുന്ന പലതിനെയും നിന്റെ തലമുറകളെ കൊണ്ട് പണിതെടുക്കുന്ന ദൈവകൃപയുടെ വ്യാപാര ശക്തി ആത്മമണ്ഡലത്തിൽ പിരിച്ചറിയുന്നവർ ചാടി ചാടി എഴുന്നേറ്റാട്ടെ. ആ കരങ്ങളെ ചേർത്തടിച്ച് അല്പനിമിഷം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം.